അപ്പോ ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ് ആണ് Q&A സെഷനിൽ. നമ്മൾ ഹോൾ പഠിച്ച എല്ലാ പോർഷൻസും വെച്ചിട്ടാണ് Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, പിന്നെ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് Q&A സെക്ഷൻ സെറ്റ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സാമ്പിൾ ഓഫ് പോളിഫാഗസ് ഇൻസെക്ട്സ്. തന്നിരിക്കുന്നതിൽ പോളിഫാഗസ് ഇൻസെക്ട് ഏത് ആണെന്നാണ്. ആൻസ്, ഹെലിക്കോബർപ്പ ആർബിജറ, ഗ്രീൻ ലേസ് വിങ്, ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. എല്ലാരും പെട്ടെന്ന് ആൻസർ പറഞ്ഞേ, പെട്ടെന്ന് ആവട്ടെ. യെസ്, ഓക്കെ, ബി ആണ് ആൻസർ വന്നത്. കറക്റ്റ് ആൻസർ ആണ് ഹെലിക്കോബർപ്പ. അപ്പൊ നമ്മള് പോളിഫാഗസ് പെസ്റ്റ് ആയിട്ട് പഠിച്ച രണ്ടുപേരാണ് പ്രധാനമായിട്ട്. രണ്ടുപേരല്ല, കുറെ പേരുണ്ട്. അതിൽ രണ്ടുപേര് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു, ഹെലിക്കോബർപ്പ ആർമിജറയും സ്പോഡോപ്റ്ററ ലിറ്റ്യൂറയും. പിന്നെ പ്രധാനമായിട്ട് പഠിച്ച ഒരാളാണ് നമ്മുടെ ഹെയറി കാറ്റർപില്ലർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രാസ് ഹോപ്പറിനെ ഒരു പോളിഫാഗസ് പെസ്റ്റ് ആയിട്ട് പറയാം. ദെൻ എഫിക്സിനെ വേണമെങ്കിൽ ഒരു പോളിഫാഗസ് പെസ്റ്റ് ആയിട്ട് പറയാം. ഇപ്പോ നമ്മുടെ മീലി ബഗ്സ് എന്താണ്, മീലി ബഗ്സ് അല്ല, വൈറ്റ് ഫ്ലൈസും എന്തായിട്ട് വരുന്നുണ്ട്, പോളിഫാഗസ് പെസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫയർഫ്ലൈസ്. ഫയർഫ്ലൈസ് ഏത് ഗ്രൂപ്പാന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഓർഡർ ആണെന്നാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഫ്ലൈസ് ആണോ, ബീറ്റിൽസ് ആണോ, ഫ്ലീസ് ആണോ, വാസ്പ് ആണോ? പെട്ടെന്ന് യൂസ് ചെയ്തേ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് പറഞ്ഞേ. ഫയർഫ്ലൈസ്. ആരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ? എല്ലാരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. ഓക്കെ, ബി ആണ് ആൻസർ. ഒരാൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. ഓക്കെ, എല്ലാരും ബി ആണ് ആൻസർ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. കറക്റ്റ്, ബി, ബീറ്റിൽസ് ആണ് അല്ലേ. അപ്പൊ ഏതാണ് നമ്മുടെ ഫയർഫ്ലൈസിന്റെ ഫാമിലി? ഏതാണ്? ലാംപൈറിഡെ അല്ലേ. ഫയർഫ്ലൈസിന്റെ ഫാമിലിയാണ് ലാംപൈറിഡെ. കോളിയോപ്റ്ററയിലാണ് വരുന്നത്. ഫ്ലൈസ് എന്ന് പറയുമ്പോൾ ഡിപ്റ്റിറൻസ് ആണ്. ഫ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലീസ് എന്താണ്, ഡോസോലാറ്ററലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോഡിയാണ് ഫ്ലീസിനുള്ളത്. ദെൻ വാസ്പ് ഹൈമനോപ്റ്ററൻസ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസെക്ട് ഹാവ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആസ് ആൻ ഓർഗൻ ഓഫ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇൻസെക്ട്സ് എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ഡൈജഷൻ, സെക്രീഷൻ. പെട്ടെന്ന് പറഞ്ഞേ, ഏതിനാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, യെസ്, എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. എക്സ്ക്രീഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാസിലസ് തുറിഞ്ചിൻസിസ് മോസ്റ്റ് എഫക്റ്റീവ് അറ്റ്. ബാസിലസ് തുറിഞ്ചിൻസിസ് ഏത് pH-ലാണ് ആക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആവുന്നതാണ് ക്വസ്റ്റ്യൻ. ആൽക്കലൈൻ pH, അസിഡിക് pH, സലൈൻ pH ആൻഡ് ന്യൂട്രൽ pH. ഏത് pH-ലാണ്? ഓക്കെ, ഓക്കെ, ആൻസർ എ ആണ് പറയുന്നത്. ഓക്കെ, ആൻസർ നോക്കാം. എ, യെസ്, ആൽക്കലൈൻ pH-ലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ബാസിലസ് തുറിഞ്ചിൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്ക് പോയിസൺ ആണ് അല്ലെ. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇൻസെക്ടിന്റെ ബോഡിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇൻസെക്ടിന്റെ സ്റ്റൊമക്കിൽ പോകുമ്പോൾ മാത്രമേ ബീറ്റിന്റെ ടോക്സിൻ ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. ഇൻസെക്ടിന്റെ ഗട്ടിന്റെ pH എന്ന് പറയുന്നത് 9 to 8 ആണ്. ഓക്കെ, എത്രയാണ്? 9 to 8 ആണ്. അപ്പൊ 9 to 8 എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആൽക്കലൈൻ pH. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് ലീവിംഗ് ഓഫ് ദ കോളനി ബൈ ദ ഓൾഡ് ക്യൂൻ ഈസ് നോൺ ആസ്. ഹണി ബീസിന്റെ കേസാണ് ചോദിക്കുന്നത്. ഓൾഡ് ക്യൂൻ അവരുടെ കോളനിയിൽ നിന്ന് വിട്ടു പോകുന്നതിനെ, ലീവ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? അബ്സ്കോണ്ടിങ്, സ്വാമിങ്, സൂപ്പർ സെഡ്യൂർ ആൻഡ് ക്യൂൻ എക്സ്ക്ലൂഡർ. എന്താണ് പറയുന്ന ആൻസർ? എന്താണ് എന്റെ ആൻസർ? ഏതാണ്? പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. പെട്ടെന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ആൻസർ ബി ആണ് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്, സ്വാമിങ്. ഓക്കെ, സ്വാമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോളനിയുടെ, നമ്മുടെ ഹണിബി കോളനീസിന്റെ പോപ്പുലേഷൻ, ഓക്കെ, പോപ്പുലേഷൻ ബിൽഡപ്പ് ആവുമ്പോഴത്തേക്ക് നോർമൽ ഒരു ഹണിബി പോപ്പുലേഷനിലേക്കാളും കൂടുതലായിട്ട് വർക്കർ ബീസിന്റെ എണ്ണം കൂടും. കാരണം അവർ കണ്ടിന്യൂസ്ലി ബ്രീഡിങ് നടക്കണല്ലേ, നമ്മുടെ ബ്രൂഡ് ചേമ്പറിൽ. അപ്പം പോപ്പുലേഷൻ കൂടുന്ന അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും? പഴയ ക്യൂനെയും കൊണ്ടിട്ട് ആ പോപ്പുലേഷന്റെ പകുതി എന്ത് ചെയ്യും? അടുത്ത ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ഓൾഡ് ക്യൂണിനെയും കൊണ്ട് കുറച്ച് വർക്കർ ബീസ് അങ്ങനെ കൂട് വിട്ട് പോകുന്നതിനെ പറയുന്ന പേരാണ് സ്വാമിങ്. ഇനി അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില കാരണങ്ങളാൽ, എങ്ങനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സോ നാച്ചുറൽ എനിമീസോ കാരണം, അല്ലെങ്കിൽ ഹ്യൂമൻ ഡിസ്ട്രപ്ഷൻസ് കാരണമായിട്ട് എന്ത് സംഭവിക്കും? ഒരു ഹണിബി കോളനിയിലെ മൊത്തം ആൾക്കാര് ആരൊക്കെയായിരിക്കും? ക്യൂനും വർക്കർ ബീസും മൊത്തത്തില് കൂടെ ഒഴിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ,
യെസ്. നെക്സ്റ്റ് എന്താണ് സൂപ്പർ സെഡ്യൂർ എന്ന് പറയുന്നത്? സൂപ്പർ സെഡ്യൂർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സൂപ്പർ സെഡ്യൂർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി നമ്മുടെ ഹണിബീസിന്റെ നമ്മൾ അറ്റ് എ ടൈം നോക്കിക്കഴിഞ്ഞാല് ഹണിബീസിന്റെ ക്വീൻ സെൽ എന്ന് പറയുന്നത് ഒരെണ്ണമേ വരാറുള്ളൂ, ഒരെണ്ണം അല്ലെ. ഇനി സൂപ്പർ സെഡ്യൂർ കണ്ടീഷൻ എന്താണ്? ചില സമയത്ത് ക്യൂവിന് എന്തെങ്കിലും അപാകത സംഭവിക്കുകയോ ക്യൂൻ പെട്ടെന്ന് നഷ്ടപ്പെടുകയോ ക്യൂവിന് ന്യൂപ്ഷ്യൽ ഫ്ലൈറ്റിനിടയിൽ എന്താണ് മരിച്ചു പോവുകയോ അങ്ങനെ എന്തെങ്കിലും റീസൺസോ അല്ലെങ്കിൽ അല്ലാതെ ഡിസീസ് വന്ന് മരിച്ചു പോവുകയോ പെസ്റ്റ് അറ്റാക്ക് വരികയോ അങ്ങനെ എന്തെങ്കിലും റീസൺ പെട്ടെന്ന് ക്യൂവിന് ലോസ് ആയി പോയി കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? ആ കോളനീന്റെ കോമ്പിന്റെ നടുക്കായിട്ട് പുതിയൊരു ക്യൂൻ സെല്ല് നമ്മുടെ വർക്കർ ബീസ് സെറ്റ് ചെയ്യും. ആക്ച്വലി അത് ഓൾറെഡി ആ ഒരു ടൈം പീരീഡിലുള്ള എഗ്സിലെ ഏറ്റവും ബെസ്റ്റ് എഗ്ഗിനെ അല്ലെങ്കിൽ ലാർവേനെ റോയൽ ജെല്ലി കൊടുത്ത് വളർത്തി അവര് ക്വീൻ ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സൂപ്പർ സെഡ്യൂർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ക്യൂൻ എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ്. ഓക്കെ, ഇതൊരു നമ്മുടെ ഹണിബി അല്ലെങ്കിൽ എപ്പിയറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ക്യൂൻ എക്സ്ക്ലൂഡർ എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീന് എങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സൂപ്പർ ചേംബറിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ചേംബറിനും ബ്രൂഡ് ചേംബറിനും ഇടയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്വീൻ എക്സ്ക്ലൂഡർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process of killing pupa without changing the cocoon shell layer is known as. നമ്മുടെ സിൽക്ക് വോമിന്റെ പ്യൂപ്പന്റെ കാര്യമാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കില്ലിംഗ് പ്യൂപ്പ, അവരുടെ കൊക്കൂൺ ഷെല്ലിന്റെ ലെയർ മാറ്റാതെ നമ്മൾ പ്യൂപ്പേനെ പ്രോസസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? സിൽക്ക് പ്രോസസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനെന്താ നമ്മൾ പറയുന്നത്? യെസ്, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റിഫ്ലിംഗ്. ഓക്കെ, ആ പുഴുങ്ങുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റിഫ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡെനിയർ? ഡെനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിൽക്കിന്റെ തിക്നെസ്സിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഡെനിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതേ അറിയാലോ ഡെനിയർ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഡുപ്പിയൻ? ഡുപ്പിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡബിൾ കൊക്കൂൺ കണ്ടീഷൻ. ഓക്കെ, ഡബിൾ കൊക്കൂൺ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യൂപ്പയ്ക്കുള്ളിൽ എന്ത് വരും? 2 ലാർവ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ കൊക്കൂണിന്റെ ഉള്ളിൽ 2 പ്യൂപ്പ വരും. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നമുക്ക് 2 പ്യൂപ്പേനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ 2 ലാർവ അറ്റ് എ ടൈം ചേർന്നിട്ട് ഒരു സിംഗിൾ കൊക്കൂണിനെ ത്രെഡ് ചെയ്തെടുക്കുന്ന ആ ഒരു കണ്ടീഷൻ, അങ്ങനത്തെ കൊക്കൂൺസ്, അതാണ് നമ്മൾ ഡബിൾ കൊക്കൂൺസ് എന്ന് പറയും. ആ ഡബിൾ കൊക്കൂൺസ് നമ്മൾ സിൽക്ക് റീൽ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന സിൽക്കിനെ പറയുന്ന പേരാണ് ഡുപ്പിയൻ സിൽക്ക്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർക്ക് ഓൺ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ കമ്പനി. നമ്മുടെ ഇപ്പൊ റീസെന്റ് നമ്മൾ ഇന്ത്യ അലോ ചെയ്തിരിക്കുന്ന ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ്, അത് ക്രോപ്പാണ് മസ്റ്റാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് കമ്പനിയാണ് അതിന്റെ റിസർച്ചും കാര്യങ്ങളും എല്ലാം ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. മോൺസാന്റോ, സിഞ്ചെന്റ, മഹിക്കോ ആൻഡ് പ്രോഅഗ്രോ. ഏതാണ്? യെസ്, യെസ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഇറ്റ് ഈസ് പ്രോഅഗ്രോ. പ്രോഅഗ്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതിന്റെ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡിന്റെ വർക്ക്സ് മുഴുവൻ കണ്ടക്ട് ചെയ്തത്. ദെൻ മോൺസാന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോട്ടൺ ഹൈബ്രിഡ് BT കോട്ടൺ സീഡ്സിന്റെ സ്റ്റാർട്ടിങ് ചെയ്ത കമ്പനിയാണ്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ USA അല്ലെ. USA ആണ് അതിന്റെ മോൺസാന്റോന്റെ മെയിൻ ആളെന്ന് പറയുന്നത്. ദെൻ USA നിന്ന് 2002 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് BT കോട്ടന്റെ കൾട്ടിവേഷൻ ഇനിഷ്യേറ്റ് ചെയ്തു. അത് ആക്ച്വലി മോൺസാന്റോ ഇന്ത്യയിലുള്ള വലിയൊരു സീഡ് കമ്പനിയായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ടാണ്. അങ്ങനെ കൊളാബറേഷൻ നടത്തിയ കമ്പനിയുടെ പേരാണ് മഹിക്കോ, മഹാരാഷ്ട്ര ഹൈബ്രിഡ് സീഡ് കമ്പനി. ഓക്കെ, ഇതാണ് മഹിക്കോ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്ര ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീഡ് കമ്പനിയാണ്. യെസ്, അപ്പം മോൺസാന്റോ മഹിക്കോ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്ത്യയിൽ BT കോട്ടന്റെ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നൗ ഇപ്പോ നമ്മുടെ മഹിക്കോനെ ആര് മേടിച്ചു? സിഞ്ചെന്റ മേടിച്ചു. ഓക്കെ, സിഞ്ചെന്റ വേറൊരു കമ്പനിയാണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ മേക്കിംഗ് ഫോഗ്, സ്മോക്ക് ആൻഡ് വേപ്പർ സ്പ്രേ? ഓക്കെ, നമ്മൾ നോർമൽ സ്പ്രേയിങ് ഒക്കെ പഠിച്ചല്ലേ. നോർമൽ ഹൈഡ്രോളിക് സ്പ്രേയർ പഠിച്ചു, ഗേഷ്യസ് സ്പ്രേയേഴ്സ്, തെർമൽ സ്പേസ് ഒക്കെ പലത് പഠിച്ചിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ സ്പേസ്. അപ്പൊ ഇതില് നമ്മൾ നോർമൽ സ്പ്രേയേഴ്സിലെല്ലാം വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് യൂസ് ചെയ്തത്. അത്യാവശ്യം വലിയ പാർട്ടിക്കിൾ സൈസിൽ വരുന്ന ഡ്രോപ്ലെറ്റ്സ് വരുന്നതാണ്. പക്ഷെ നമുക്കറിയാം ചില ടൈമിൽ നമ്മൾ ഫോഗും സ്മോക്കും വേപ്പർ സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഏത് എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. ഹൈഡ്രോളിക് ആണോ, ഗേഷ്യസ് ആണോ, ഇലക്ട്രിക്കൽ ആണോ, തെർമൽ ആണോ? ഏതായിരിക്കും?
അത്രയും മൈന്യൂട്ട് പാർട്ടിക്കിൾ ആയിട്ട് വരണമെങ്കിൽ ഏത് എനർജി ആയിരിക്കും? അത്രയും ഹൈ ഫോഴ്സിൽ യൂസ് ചെയ്യുന്ന എനർജി ഏതായിരിക്കും? എനി ഗസ്? പെട്ടെന്ന് ചെയ്തേ. ഓക്കെ, ഡി പറയുന്നുണ്ട്. വെറുതെ നിങ്ങൾ ഗസ് ചെയ്യ് കുട്ടികളെ, കുറച്ചുകൂടി ആക്റ്റീവ് ആവും. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? സെൻട്രിഫ്യൂഗൽ ഓർ സോറി തെർമൽ ഫോഴ്സ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ആക്കുമ്പോഴത്തേക്കാണ് നമുക്കറിയാലേ ആ ഫോം ഓഫ് സ്റ്റേറ്റ് മാറുന്നത് അല്ലെ? തെർമൽ ടെമ്പറേച്ചർ കണ്ടീഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഏതൊരു ഫോമിനും അതിന്റെ ഗേഷ്യസ് ഫോമിലേക്ക് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് വേപ്പർ, സ്മോക്ക്, ഫോഗ് ഫോമിലേക്ക് മാറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പം തെർമൽ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമൽ സ്പ്രേയേഴ്സിന്റെ ഇപ്പൊ നമ്മുടെ ഏതാണ് ഹാൻഡ് അറ്റോമൈസർ ആയാലും ദെൻ നമ്മുടെ നാപ്സാക്ക് സ്പ്രേയേഴ്സോ ദെൻ റോക്കർ സ്പ്രേയേഴ്സോ അതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രോളിക് എനർജീസ് ആണ്. ഗേഷ്യസ് എനർജി ആയി കഴിഞ്ഞാൽ ഡസ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഗേഷ്യസ് എനർജി യൂസ് ചെയ്യുന്നത്. ഇനി സെൻട്രിഫ്യൂഗലിലാണ് നമ്മള് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്ത്. ഇതില് ഈ ഹൈഡ്രോളിക്കിലും ഗേഷ്യസിലും നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ചെയ്യാറുണ്ട് അല്ലെ? ഹൈ പവർ കൊടുത്തിട്ട് അല്ലെ? ഇലക്ട്രിക്കൽ മെഷീൻസ് യൂസ് ചെയ്തിട്ട്, അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂമിഗന്റ് ഇൻസെക്ടിസൈഡ്സ് ഇൻക്ലൂഡ്സ്. ഇതിൽ ഏതാണ് ഫ്യൂമിഗന്റ് ഇൻസെക്ടിസൈഡ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മീഥൈൽ ബ്രോമൈഡ്, എഥിലീൻ ഡൈക്ലോറൈഡ്, ക്ലോറോപിക്രിൻ ആൻഡ് ഓൾ ഓഫ് ദീസ്. ഇതിൽ ഏതൊക്കെയാണ് ഫ്യൂമിഗന്റ് ഇൻസെക്ടിസൈഡ്സ്? ഓക്കെ, പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. ക്വസ്റ്റ്യൻ കണ്ടാൽ പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, ആൻസർ ഇറ്റ്സ് ഓൾ ഓഫ് ദീസ്. ഇതിലെല്ലാം മീഥൈൽ ബ്രോമൈഡ് ആയാലും എഥിലീൻ ഡൈക്ലോറൈഡ് ആയാലും ക്ലോറോപിക്രിൻസ്, ഇതൊക്കെയെല്ലാം നമ്മൾ എന്താണ് സ്റ്റോറേജ് കണ്ടീഷനിലും അതുപോലെ തന്നെ റോഡന്റിസൈഡ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ്സ് ആണ്. ഇവർക്ക് എല്ലാവർക്കും ഫ്യൂമിഗന്റ് ആക്ഷൻ ഉള്ളവരാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോൺ പ്രിഫറൻസ് പ്ലാന്റ് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട് ഈസ് നോൺ ആസ്. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് വായിക്കാം. ആസിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വായിച്ചു. ദ നോൺ പ്രിഫറൻസ് പ്ലാന്റ് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട്. ഓക്കെ, മനസ്സിലായോ? ഇൻസെക്റ്റിന് പ്ലാന്റ് എന്താണ് റെസിസ്റ്റൻസ് കാണിക്കുന്നു? ഏത് കണ്ടീഷൻ? നോൺ പ്രിഫറൻസ് കണ്ടീഷൻ. അത് ഏതാണ്? നമ്മൾ അങ്ങനെ തന്നെ പേര് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ആന്റിസെനോസിസ്. ആന്റിസെനോസിന് പറയുന്ന വേറൊരു പേരാണ് നോൺ പ്രിഫറൻസ് കണ്ടീഷൻ. ഓക്കെ, യെസ്. ഇനി ആന്റിസെനോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്നാ പഠിച്ചത്? ഒരു ഹോസ്റ്റ് പ്ലാന്റ് അവരുടെ മോർഫോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് ഇൻസെക്റ്റിന് സൂട്ടബിൾ അല്ലാതെ ആക്കി മാറ്റും. ഓക്കെ, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ആന്റിസെനോസിസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആന്റിബയോസിസ്? ആന്റിബയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്റ്റ് പ്ലാന്റിന്റെ ഉള്ളിലെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുവരും. ഇറ്റ്സ് മേ ബി ഡ്യൂ ടു സം കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എനി കെമിക്കൽസ് or the presence of some other kinds of structures. ഫിസിയോളജിക്കലി അവര് മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നിട്ട് ഇൻസെക്റ്റിന്റെ ബയോളജീനെ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു കണ്ടീഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ആന്റിബയോസിസ് എന്ന് പറയുന്നത്. ദെൻ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു എക്സ്പെക്ട് സം കൈൻഡ് ഓഫ് ഡാമേജ് ദെയർ. ഓക്കെ, നമുക്ക് അവിടെ കുറച്ച് ഡാമേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എഫക്ട് ഓൺ ദ എക്കണോമിക് ഈൽഡ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു എക്കണോമിക് ഈൽഡ് ലോസ് അവിടെ ഉണ്ടാവില്ല, പക്ഷെ ചെറിയ രീതിയിലുള്ള ഡാമേജ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു കണ്ടീഷനെയാണ് അല്ലെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. Next question, sterile insect techniques. It's a direct question. Was first time proposed in the year 1937. 1937 എന്താണ് സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്സ് കൊണ്ടുവന്നത് ആരാണ്? പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഓക്കെ, നിപ്ലിംഗ്, എച്ച് സ്പ്രൂത്തി, ലെഫ്രോയ് ആൻഡ് ഫ്രിസ്ക്. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞു. ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, ആരാണ്? നമ്മുടെ നിപ്ലിംഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് നമ്മൾ സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക് ചെയ്തത്. ആദ്യമായിട്ട് ചെയ്ത ഇൻസെക്ട് എന്ന് പറയുന്നത് സ്ക്രൂ വേം ഇൻസെക്ട് ആണ്, സ്ക്രൂ വേം ഫ്ലൈ. ഓക്കെ, എന്താണ് സ്ക്രൂ വേം ഫ്ലൈ? നമ്മള് ആ ഒരു എന്താണ് ഫോറൻസിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ഒരു ഇതില് നമ്മള് സ്ക്രൂ വേംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോക്ലിയോമിയ എന്ന് പറഞ്ഞിട്ട്, കോക്ലിയോമിയ ഹൊമിനിവറാക്സ് എന്ന് പറയുന്ന ഒരു സ്ക്രൂ വേമിലാണ് ആക്ച്വലി ഈ ഫസ്റ്റ് ടൈം സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്ക് ചെയ്തത്. ഓക്കെ, ഓർമ്മിച്ചു വെച്ചേക്കാം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലഡിംഗ് ഓഫ് ദ ഫീൽഡ് വിൽ ഹെൽപ്സ് ഇൻ ദ കൺട്രോൾ ഓഫ്. ഫീൽഡ് ഫ്ലഡിംഗ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താണ്? ഏത് ടൈപ്പ് ഓഫ് IPM കൺട്രോൾ ആണ്? കൾച്ചറൽ മെത്തേഡ് അല്ലെ? കൾച്ചറൽ മെത്തേഡ് ആയിട്ടുള്ള ഫ്ലഡിംഗ് നമ്മൾ ചെയ്യുന്നത് ഏതിനാണ്? വൈറ്റ് ഗ്രബ്സ്, കട്ട് വർംസ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഇറ്റ്സ് ഫോളോഡ് ഫോർ ഓൾ ഇൻസെക്ട്
Yes. What about the next question? Which one of the following pest is an introduced pest of coffee? ഇത് നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചതല്ലേ, കഴിഞ്ഞ 2-3 ക്ലാസ് മുന്നേ പഠിച്ചതേ ഉള്ളൂ. പെസ്റ്റ്, കോഫിന്റെ പെസ്റ്റ് ഏതാണ്? ഇൻട്രൊഡ്യൂസ്ഡ് പെസ്റ്റ്, ഓർ ഇറ്റ് ഈസ് മീനിങ് ദാറ്റ് ഇറ്റ്സ് വിച്ച് വൺ ഈസ് ദ ഇൻവേസീവ് പെസ്റ്റ് ഓഫ് കോഫി? കോഫിന്റെ ഇൻവേസീവ് പെസ്റ്റ്. Okay, yes, yes. That is berry borer, അല്ലേ? Coffee berry borer, Hypothenemus humbi. That's the correct answer. ഓക്കെ, അപ്പൊ സയന്റിഫിക് നെയിംസും കൂടെ ഒന്ന് ഓർമ്മിച്ച് പോകണം. ചിലപ്പം ഓപ്ഷനിൽ സയന്റിഫിക് നെയിം ആയിരിക്കും കിടക്കുന്നത്. ദാറ്റ് ഈസ് ഹൈപ്പോതെനിമസ് ഹംബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി.ടി. ക്യാബേജ് ഈസ് ഡെവലപ്ഡ് അഗെയിൻസ്റ്റ്. നമ്മൾ ബി.ടി. ക്യാബേജ് ഏത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്? യെസ്, യെസ്, കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ഡയമണ്ട് ബാക്ക് മോത്ത്, അല്ലെ? ഡയമണ്ട് ബാക്ക് മോത്തിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? യെസ്, ഫ്ലൂട്ടല്ല സൈലോസ്റ്റെല്ല. ഫ്ലൂട്ടല്ല സൈലോസ്റ്റെല്ലേനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ബി.ടി. കോട്ടൺ എന്ന് പറയുന്നത്. ദെൻ ക്യാബേജ് ബട്ടർഫ്ലൈന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? പിയറിസ് ബ്രാസിക്കെ. ദെൻ വാട്ട് അബൌട്ട് ദ എഫിഡ് ഇൻ ക്യാബേജ്? ക്യാബേജിന്റെ എഫിഡിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? ലിപ്പാഫിസ് എറിസിനി. യെസ്. ദെൻ പെയിന്റഡ് ബഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സയന്റിഫിക് നെയിം ഈസ് ബഗ്രാഡ, ബഗ്രാഡ ഹിലാറിസ്. നമ്മൾ ബഗ്രാഡ എവിടെ പഠിച്ചേക്കോ? അരക്കിനട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ബഗ്രാഡ. ഓക്കെ, അത് നമ്മുടെ ക്യാബേജിലും പറയാറുണ്ട്, ബഗ്രാഡ ഹിലാറിസ്. യെസ്. Next question, it's another direct question. Scientific name of banana aphid. Banana aphid in the scientific name ഏതാണ്? Thrips florum, Pendulonia nigra nervosa, yes, Cosmopolitus sordidus, and Virachola isocratus. Okay, എല്ലാവർക്കും അറിയാനുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, Pendulonia nigra nervosa. എന്താണ് Cosmopolitus sordidus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏതാണ് കോമൺ നെയിം പറഞ്ഞേ പെട്ടെന്നാവട്ടെ. Cosmopolitus sordidus എന്താണ്? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. യെസ്, റൈസോമീവിൾ. ദെൻ വീരച്ചോള ഐസോക്രാറ്റസ്. വീരച്ചോള ഐസോക്രാറ്റസ് ഏതിന്റെ ബെസ്റ്റ് ആണ്? ക്രോപ്പ് പറഞ്ഞേ. ക്രോപ്പ്. യെസ്, അനാർ ബട്ടർഫ്ലൈ. യെസ്, പോംഗ്രനേറ്റ് അല്ലെങ്കിൽ അനാർ ബട്ടർഫ്ലൈന്റെ പേരാണ് വീരച്ചോള ഐസോക്രാറ്റസ്. ത്രിപ്സ് ഫ്ലോറം നമുക്കറിയാം അല്ലേ? ത്രിപ്സ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെസ്റ്റ് വിച്ച് അറ്റാക്ക് ബോത്ത് ഇൻ ഫീൽഡ് ആൻഡ് സ്റ്റോറേജ് ഓഫ് പൾസസ്. പൾസസിൽ ഫീൽഡിലും സ്റ്റോറേജിലും ഒരുപോലെ ഡാമേജ് ഉണ്ടാക്കുന്ന ആരാണ്? പൾസ് ബീറ്റിൽ, ഗ്രാം പോട്ട് ബോറർ, യെസ്, റെഡ് ഗ്രാം പോട്ട് ഫ്ലൈ ആൻഡ് പോട്ട് ബോറർ. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് പൾസ് ബീറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് എൻ ഇൻസെക്ട് ഓർഡർ ഇൻ വിച്ച് നിംസ് ആർ കാൾഡ് നയാഡ്സ്. ഏത് ഓർഡറിലെ ഇൻസെക്ട് ഗ്രൂപ്പിലുള്ള ഇമ്മച്ചുർ സ്റ്റേജസിനെയാണ് നമ്മൾ നയാഡ് എന്ന് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, തൈസന്യൂറ, ഒഡോണേറ്റ, ഡിപ്റ്റീറ ആൻഡ് ഹൈമനോപ്റ്ററ. അപ്പൊ ആൻസർ നോക്കാം. ദാറ്റ് ഈസ് ഒഡോണേറ്റ, ദാറ്റ്സ് കറക്റ്റ്. അപ്പൊ തൈസന്യൂറിനെ ആണെങ്കിൽ നമ്മൾ എന്തെന്നാ പറയാറ്? ഇമ്മച്ചേഴ്സിനെ നയാഡ്സ് എന്നാണോ പറയുന്നത്? നിംസ് എന്നാണ് പറയുന്നത്. ഡിപ്റ്റീറ ആണെങ്കിൽ നമ്മൾ മഗോട്സ് എന്ന് പറയും. ഹൈമനോപ്റ്ററ ആണെങ്കിൽ എന്തെന്ന് പറയും? ഇമ്മച്ചുർ സ്റ്റേജസിനെ ലാർവ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസ്മോപൊളിറ്റസ് സോളിഡസ് is the banana rhizome belongs to which order? Sorry, which family? ഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാം അതിൽ തന്നെ ഉണ്ട്. ആൻസർ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ഏത് ഫാമിലിയാണ്? യെസ്, ഇറ്റ് ഈസ് കുർക്കുലിയോണിഡെ. വീബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇറ്റ് ഈസ് കുർക്കുലിയോണിഡെ. ദെൻ പൈറാലിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ലെപ്റ്റോപ്റ്ററൻ ഫാമിലിയാണ്. നമ്മുടെ യെല്ലോ സ്റ്റെം ബോറർ, ദെൻ നമ്മുടെ ബിന്ദിന്റെ ലീഫ് റോളർ, റൈസിന്റെ ലീഫ് റോളർ, കേസ് വേം, ദെൻ ഷുഗർ കെയിൻ ബോറേഴ്സ്, ദെൻ മെയ്സ് ബോറേഴ്സ്, സോർഗം ബോറേഴ്സ്, ഇവരുടെയൊക്കെ ഫാമിലിയാണ് പൈറാലിഡെ. ദെൻ ത്രിപ്പിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപ്സിന്റെ ഫാമിലിയാണ്. എഫിഡിഡെ ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എഫിഡിഡെ ആണ് എങ്കിൽ എഫിഡിന്റെ ഫാമിലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽഫോസ് ടാബ്ലറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ്. സെൽഫോസ് ടാബ്ലറ്റ്സ് നമ്മൾ ഏതിന്റെ മാനേജ്മെന്റിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കോക്കനട്ട് മൈറ്റ്സ്, കോട്ടൺ ബോൾവർം, റൈസ് ടെമ്പോറർ ആൻഡ് സ്റ്റോറേജ് പെസ്റ്റ്. എന്താണ് സെൽഫോസ് എന്ന് നമ്മൾ അറിയെങ്കിൽ ആൻസർ ഈസ് യെസ്. നമുക്ക് ആൻസർ നോക്കാം. സ്റ്റോറേജ് പെസ്റ്റ്. യെസ്, എന്താണ് സെൽഫോസ്? ആക്ച്വലി സെൽഫോസ് എന്ന് പറഞ്ഞാല് നമ്മുടെ അലൂമിനിയം ഫോസ്ഫൈറ്റ്സ് ഇല്ലേ? യെസ്, അലൂമിനിയം ഫോസ്ഫൈറ്റ്സിന്റെ എന്താണ്? അലൂമിനിയം ഫോസ്ഫൈറ്റ്സിന്റെ ടാബ്ലറ്റ്സിന്റെ പറയുന്ന കൊമേഴ്ഷ്യൽ നെയിമാണ് സെൽഫോസ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ഒരു അലൂമിനിയം ടാബ്ലറ്റ് എന്ന് പറയുന്നത്, ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് 3 ഗ്രാം ആയിരിക്കും. ഓക്കെ, 3 ഗ്രാം ആയിരിക്കും ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the insecticide which is used in mosquito mats. Okay, mosquito mats or mosquito coils or mosquito liquids. Mosquito കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗസ് ഹോൾഡ് പർപ്പസിൽ യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ് ഏതെന്നാണ്? എൻഡോസൾഫാൻ, ഡയസിനോൺ, മാലത്തിയോൺ, അല്ലത്രിൻ. ഓക്കെ, എല്ലാവർക്കും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ വരികയാണ്, അല്ലത്രിൻ, സേപ്പർമെത്രിൻ, ഡെൽറ്റാമെത്രിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു നിങ്ങൾ? ഇതില്
ഓപ്ഷൻസ് നോക്കണം. നമ്മൾ സൈപ്പർമെത്രിനും അല്ലത്രിനും ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻസർ ആണ്, ദാറ്റ് ഈസ് അല്ലത്രിൻ. അല്ലത്രിന്റെ ഗ്രൂപ്പ് ഏതാണ്? പെട്ടെന്ന് പറഞ്ഞേ. ഇൻസെക്ടിസൈഡ് ഗ്രൂപ്പ് ഏതാ? അല്ലത്രിന്റെ ഗ്രൂപ്പ് പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യും. അല്ലത്രിൻ ഗ്രൂപ്പ് ഏതാ? ഓർഗനോഫോസ്ഫേറ്റ് ആണോ? ഓർഗനോക്ലോറിൻ ആണോ? കാർബമേറ്റ് ആണോ? സിന്തറ്റിക് പാരത്രോയിഡ് ആണോ? പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യും. എന്താണ് ആരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാത്തത്? യെസ്, പൈറത്രോയിഡ്. യെസ്, കറക്റ്റ് ആൻസർ ആണ് പൈറത്രോയിഡ്. എൻഡോസൾഫാന്റെ ഗ്രൂപ്പ് ഏതാണ്? എൻഡോസൾഫാന്റെ ഗ്രൂപ്പ് ഷോർട്ട് ഫോം അയച്ചാൽ മതി. പി ആണോ? ഫോസ്ഫറസ് ആണോ? യെസ്, ഇറ്റ് ഈസ് എ ഓർഗനോക്ലോറിൻ. യെസ്, എൻഡോസൾഫാൻ. ദെൻ വാട്ട് അബൌട്ട് മാലത്തിയോൺ? മാലത്തിയോന്റെ ഗ്രൂപ്പ് ഏതാണ്? മാലത്തിയോൺ. യെസ്, ഇറ്റ് ഈസ് എ OP കോമ്പൗണ്ട്. ദെൻ ഡയസിനോൺ. ഡയസിനോൺ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഡയസിനോൺ. It's also another OP compound. Yes. Next group. Next question. The spiraling whitefly infesting the leaves of many crops. Many crops. ഒന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇത്ര വായിച്ചാൽ മതി. വൈറ്റ്ഫ്ലൈന്റെ സയന്റിഫിക് നെയിം എന്താണ്? അതിനൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു. വൈറ്റ്ഫ്ലൈ ഇൻഫെസ്റ്റിംഗ് ദ ലീവ്സ് ഓഫ് ദ മെനി ക്രോപ്സ്. ഏതാണ് വൈറ്റ്ഫ്ലൈന്റെ സയന്റിഫിക് നെയിം? പെമിസിയ ടബാക്കി, അലിറോളോബസ് സ്പീഷീസ്, അലിറോഡിക്കസ് ഡിസ്പേഴ്സസ് ആൻഡ് അലിറോഡിക്കസ് റൂജിയോപെർക്കുലേറ്റസ്. ഓക്കെ, ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കുക. Which is the right one? Its question is not whitefly, it is spiraling whitefly. Asking about the spiraling whitefly. The answer is C. Okay. എന്താ എല്ലാവരും തെറ്റിച്ചേ? ബെമിസിയ ടബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വൈറ്റ് ഫ്ലൈ ആണ്. ബെമിസിയ ടബാക്കി ഓർ വെജിറ്റബിൾ വൈറ്റ് ഫ്ലൈ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദാറ്റ് ഈസ് ബെമിസിയ ടബാക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് അലിറോഡിക്കസ് ഡിസ്പേഴ്സസ്, അതിനെയാണ് നമ്മൾ സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈ എന്ന് പറയുന്നത്. റുഗോസ് സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈന്റെ പേരാണ് അലിറോഡിക്കസ് റൂജിയോ പെർക്കുലേറ്റസ്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈന്റെ സയന്റിഫിക് നെയിം, അതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വൈറ്റ് ഫ്ലൈ എന്നല്ല ചോദിച്ചത്, സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. യെസ്, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which pest of potato attacked the tuber both in the field and storage? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുള്ളൂ 2 ക്ലാസ് മുന്നേ. ഏത് ക്രോപ്പ് പൊട്ടറ്റോന്റെ ഏത് പെസ്റ്റ് ആണ്? ഫീൽഡിലും. യെസ്, ആൻസർ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് പൊട്ടറ്റോ ട്യൂബർ മോത്ത്, തൊറീമിയ ഓപ്പർക്കുലല്ല. തൊറീമിയ ഓപ്പർക്കുലല്ല എന്നാണ് പൊട്ടറ്റോ ട്യൂബർ മോത്തിന്റെ സയന്റിഫിക് നെയിം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രീസ് പെയിന്റിംഗ് ഓൺ ആൽക്കത്തൈൻ ഷീത്ത് ഇൻ മാംഗോ ട്രീസ് ഈസ് ഡൺ ടു കൺട്രോൾ. നമ്മൾ മാംഗോ ട്രീസിൽ ആൽക്കത്തൈൻ ഷീറ്റ് വെച്ചിട്ട് അതിൽ ഗ്രീസിങ് ചെയ്യുന്നത് ഏത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനാണ്? കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. യെസ്, യെസ്, കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ബി, മീലിബഗ് ആണ്. നമുക്കറിയാം അല്ലെ, മീലിബഗ് സോയിലാണ് എഗ് ലേ ചെയ്യുന്നത്. അപ്പൊ എമർജ് ചെയ്യുന്ന ഇമ്മച്ചേഴ്സ് മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രങ്കില് ആൽക്കത്തൈൻ ഷീറ്റ്സോ അല്ലെങ്കിൽ ഈ ആൽക്കത്തൈൻ ഷീറ്റിന്റെ മുകളിൽ കൂടെ ആയിട്ട് ക്രീസ് പെയിന്റിങ്ങോ നമ്മൾ കൊടുക്കും. ക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഇങ്ങനെ വഴുവഴുപ്പുള്ളത്, അതിനെയാണ് നമ്മൾ ക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. മാംഗോ ഹോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് നെയിം എന്തായിരുന്നു? അമ്രിറ്റോഡസ് അറ്റ്കിൻസോണി അല്ലെങ്കിൽ ഇഡിയോസ്കോപ്പസ് സ്പീഷീസ്, ഇഡിയോസ്കോപ്പസ് ജാനസ്, ഒക്കെ കുറെ പേരുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് മാംഗോ ഹോപ്പർ എന്ന് പറയുന്നത്. മാംഗോ ഹോപ്പറിന് നമ്മൾ നോർമലി കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഷെയ്ഡ് റെഗുലേഷൻ. ദാറ്റ് മീൻസ് പ്രൂണിങ് നമ്മൾ ചെയ്യണം അല്ലെ. ഓവറായിട്ട് ക്രൗഡഡ് ആക്കാൻ പാടില്ല. ദെൻ കെമിക്കൽ റെക്കമെൻഡ് ചെയ്യുന്നത്, KU റെക്കമെൻഡ് ചെയ്യുന്നത് മാലത്തിയോൺ ആണ്. ഓക്കെ, അതാണ് മാംഗോ ഹോപ്പറിന്റെ ടിപ്പിക്കൽ മാനേജ്മെന്റ് കാര്യങ്ങൾ ഓർപ്പിക്കുക. നെക്സ്റ്റ് ഫ്രൂട്ട് ഫ്ലൈ, അത് നമുക്കറിയാം അല്ലെ, ബാക്ടോസിറ ഡോസാലിസ്. ഓക്കെ, ഫ്രൂട്ട് ഫ്ലൈസിന് നമ്മൾ മാനേജ്മെന്റ് ആസ്പെക്ടും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിൽ ക്രീസ് പെയിന്റിംഗ് നമ്മൾ പഠിച്ചത്. ദെൻ സ്റ്റോൺ വീവിൾ. ഓക്കെ, നട്ട് വീവിൾ അല്ലെങ്കിൽ സ്റ്റോൺ വീവിൾ, സ്റ്റെർണോക്കിറ്റസ് മാജിഫെറ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെസ്റ്റ് വിച്ച് occurs regularly and in a serious manner is known as. ഇതൊക്കെ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പെസ്റ്റ് വിച്ച് occur റെഗുലർലി. ആ ക്വസ്റ്റ്യൻ നോക്കുക, റെഗുലർ ആയിട്ട് ഒക്കർ ചെയ്യും. ഇൻ എ സീരിയസ് മാനർ, ഭയങ്കര സീരിയസ് ആയിട്ട് വരും. ഓക്കെ, യെസ്, യെസ്, കറക്റ്റ്. അപ്പൊ സീരിയസ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാപ്പിഡ് ആയിട്ട് വരുന്നു ഇൻ ദ ഫോം ഓഫ് സീരിയസ്. ഓക്കെ, എന്നുവെച്ചാൽ ആ ഒരു പെസ്റ്റ് അവിടെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് റാപ്പിഡ്ലി അവിടെ ഒരു ഇൻക്രീസ് വരുന്നു ഇൻ എ സീരിയസ് മാനർ ഇൻ എ ലൊക്കേഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡമിക് പെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് എപ്പിഡമിക്? ഓക്കെ,
സോറി, എൻഡമിക് ആണ് നമ്മൾ ഈ പറഞ്ഞ റെഗുലർലി ഒക്കർ ചെയ്യുന്നത്. പക്ഷെ എപ്പിഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ഔട്ട് ബ്രേക്ക് ഓഫ് ദ പെസ്റ്റ് ഇൻ സീരിയസ് മാനർ. മറ്റേത് റെഗുലർലി എവിടെ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് എൻഡമിക്. ഇനി ഒക്കേഷണൽ ആയിട്ട് വരുന്നതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പൊറാഡിക് പെസ്റ്റ്. ഇനി പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഈ എപ്പിഡമിക് ആയാലും എൻഡമിക് ആയാലും സ്പൊറാഡിക് ആയാലും ലൊക്കേഷൻ സ്പെസിഫിക് ആയിരിക്കും. പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലൊക്കേഷൻ, അത് എൻഡയർ ഒരു സീസണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ എൻഡയർ വേൾഡിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ പെസ്റ്റ് ഒക്കറൻസിൽ പാൻഡമിക് കണ്ടീഷൻ പറയാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെബ്രിൻ ഡിസീസ് ഓഫ് സിൽക്ക് വർം ഈസ് കോസ്ഡ് ബൈ. സിൽക്ക് വർമിന്റെ പെബ്രിൻ ഡിസീസ് കോസ് ചെയ്യുന്നത് ആരാണ്? യെസ് യെസ്, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. ഓക്കെ, പ്രോട്ടോസോവയാണ് പെബ്രിൻ ഡിസീസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പെപ്പർ ഡിസീസ് എന്നും പറയാറുണ്ട്. പെബ്രിൻ ഡിസീസ് ഓർ ബ്ലാക്ക് പെപ്പർ. അതിന്റെ ബോഡിയിൽ, ലാർവന്റെ ബോഡിയിൽ ഇങ്ങനെ എന്താണ് ബ്ലാക്ക് ആയിട്ടുള്ള ബൾജിങ്സ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാസ്പ് ഈസ് പാരസിറ്റിക് ഓൺ ഊത്തിക്ക ഓഫ് കോക്രോച്ച്? നമ്മൾ ഇന്നലെ പഠിച്ചതേ ഉള്ളൂ അല്ലെ. കോക്രോച്ചസിന്റെ ഊത്തിക്കയിൽ പാരസിറ്റൈസ് ചെയ്യുന്ന വാസ്പ് ഏതാണ്? യെസ്, എൻസിംഗ് വാസ്പ് അല്ലെ. ഇവാനിഡെ ഫാമിലിയിൽ വരുന്ന വാസ്പിനെയാണ് നമ്മൾ എൻസിംഗ് വാസ്പ് എന്ന് പറയുന്നത്. ഇവാനിയ അപ്പൻഡിഗാസ്റ്റർ എന്ന് പറയുന്നതാണ് ആ വാസ്പിന്റെ സയന്റിഫിക് നെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെഡ്വിഡ് ബഗ് സൈക്കനസ് കൊളാരിസ് ഈസ് എ പ്രിഡേറ്റർ ഓഫ്. റെഡ്വിഡ് ബഗ് ആയിട്ടുള്ള സൈക്കാനസ് കൊളാരിസ് എന്ന് പറയുന്നത് എന്തിന്റെ പ്രിഡേറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ പ്രിഡേറ്റർ ഓഫ് ടെർമൈറ്റ്. ഓക്കെ, ടെർമൈറ്റിന്റെ പെസ്റ്റ് ആണ് ഏത്? സൈക്കാനസ് കൊളാരിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഈസ് കാൾഡ് ആസ് ദ ബ്രെയിൻ ഓഫ് ദ നെമറ്റോഡ്. നെമറ്റോഡിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഏതാണ്? ആക്ച്വലി നമുക്ക് നെമറ്റോഡ് മോർഫോളജി ഒന്നും പഠിക്കാനില്ല. ഞാൻ പിന്നെ ഇൻ കേസ് ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ചിട്ടേ ഉള്ളൂ. എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് നെർവ് റിംഗ്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് നെർവ് റിംഗ്. നെർവ് റിംഗ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ റിംഗ് ലൈക്ക് സ്ട്രക്ചർ. നെക്സ്റ്റ്, ഇന്ത്യൻ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ. നമ്മുടെ വൈൽഡ് ലൈഫ് ബോർഡ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഫോം ചെയ്തത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ആ ഒരു ഇയർ ഒക്കെ കറക്റ്റ് പഠിക്കണം കേട്ടോ. വൈൽഡ് ലൈഫ് ആക്ട്, ദെൻ ഫോറസ്റ്റ് ആക്ട്, വാട്ടർ ആക്ട്, ദെൻ എയർ ആക്ട്, ഇങ്ങനെയുള്ള പൊല്യൂഷൻ ആക്ട്, അതൊക്കെ കറക്റ്റ് ഇയേഴ്സ് പഠിച്ചു വെച്ചേക്കണം. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? 1952. 1952 ഇന്ത്യൻ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് വിച്ച് റാങ്ക് ഫസ്റ്റ് ഇൻ ദ റോ സിൽക്ക് പ്രൊഡക്ഷൻ. റോ സിൽക്ക് പ്രൊഡക്ഷനിൽ ഫസ്റ്റ് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? ഇതൊരു അറിഞ്ഞിടാത്ത ഒരാളാണെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും. സിൽക്കിന്റെ എല്ലാ റിസർച്ച് സ്റ്റേഷൻസും ഇരിക്കുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ ആണ് അല്ലെ. അപ്പൊ ബാംഗ്ലൂർ എവിടെയാണ്? ഇറ്റ്സ് കർണാടക. യെസ്, ഇറ്റ്സ് കറക്റ്റ്, കർണാടക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ചേമ്പേഴ്സ് ഇൻ ദ ഹാർട്ട് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിന്റെ ഹാർട്ടില് എത്ര ചേമ്പേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് 13. നമ്മൾ +2 പഠിച്ചതാണ് അല്ലേ, വേണമെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്കണോമിക് ത്രെഷോൾഡ് ഫോർ മോണിറ്ററിംഗ് ഓഫ് ഹെലിക്കോബർപ്പ ആർമിജെറ ബൈ ഫിറമോൺ ട്രാപ്പ് ഇൻ ദ ഗ്രാം ഫീൽഡ്. ഒന്നുമില്ല, നമ്മുടെ കൗപ്പി ഫീൽഡിൽ അല്ലെങ്കിൽ പൾസിന്റെ ഫീൽഡിൽ ഹെലിക്കോബർപ്പ ആർമിജെറനെ നമ്മൾ ട്രാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് എക്കണോമിക് ത്രെഷോൾഡിൽ എത്തി എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലാണ്? 2 to 3 adults per trap per night, or 4 to 6, 9 to 10, 11 to 12. ഒരു ട്രാപ്പില് ഒരു രാത്രിയിൽ എത്ര അഡൾട്ട് ക്യാപ്ചർ ചെയ്താലാണ് നമ്മൾ അവർ എക്കണോമിക് ത്രെഷോൾഡിലേക്ക് എത്തി എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? 4 to 6 അഡൾട്ട്. ഓക്കെ, 4 to 6 അഡൾട്ട് നമുക്ക് ഒരു ദിവസം ഒരു ട്രാപ്പിൽ നിന്ന് ഒരു നൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയാം ആ ഫീൽഡില് ഹെലിക്കോബർപ്പ അതിന്റെ എക്കണോമിക് ത്രെഷോൾഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ആസ്പെക്ട് സ്റ്റാർട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോൺ ആസ് വാട്ടർ മോത്ത്. വാട്ടർ മോത്ത് എന്നറിയപ്പെടുന്ന ഇൻസെക്ട് ഓർഡർ ഏതാണ്? മെക്കോപ്റ്ററ, ലെപ്പിഡോപ്റ്ററ, എഫിമെറോപ്റ്ററ, ട്രൈക്കോപ്റ്ററ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. ഏതായിരിക്കും വാട്ടർ മോത്ത് എന്ന് പറയാൻ? മോത്ത് പോലെയൊക്കെ ഇരിക്കും, പക്ഷെ വെള്ളത്തിലായിരിക്കും കാണുന്നത്. ഏതായിരിക്കും? ആരും ചാറ്റ് ബോക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ലേ? യെസ്, നമുക്ക് ആൻസർ നോക്കാം. ഇറ്റ് ഈസ് ട്രൈക്കോപ്റ്ററ. ഓക്കെ, അപ്പൊ നോക്കുക,
മെക്കോപ്റ്ററ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോമൺ നെയിം എന്താണ്? സ്കോർപിയൻ ഫ്ലൈ. ഓക്കെ, സ്കോർപിയൻ. ലെപ്പിഡോപ്റ്ററ നമുക്കറിയാം ബട്ടർഫ്ലൈസ് ആൻഡ് മോത്സ്. എഫിമെറോപ്റ്ററ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ഫ്ലൈസ്. മെയ് ഫ്ലൈസിന്റെ നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടർ പഠിച്ചായിരുന്നു. എന്താണ് അവർക്ക്? എന്താണ് ഇമാഗോ സ്റ്റേജസും സബ് ഇമാഗോ സ്റ്റേജസും ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ അക്വാട്ടിക് ആയിട്ടുള്ള ഫോംസ് ഗ്രൂപ്പും കൂടെയാണ് എഫിമെറോപ്റ്ററ. ദെൻ നെക്സ്റ്റ് അക്വാട്ടിക്, കംപ്ലീറ്റ്ലി അക്വാട്ടിക് ആയിട്ടുള്ള വേറൊരാളാണ് ട്രൈക്കോപ്റ്ററ. ഇറ്റ് ഈസ് നോൺ ആസ് കാഡിസ് ഫ്ലൈ. ഓക്കെ, എന്താണെന്നാണ് അറിയപ്പെടുന്നത്? കാഡിസ് ഫ്ലൈ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാഡിസ് ഫ്ലൈനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത്? വാട്ടർ മോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ അഡൾട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് എ മോത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൽ ട്രൈമോർഫിസം. ട്രൈമോർഫിസം ആണ്, ഇറ്റ്സ് നോട്ട് ഡൈമോർഫിസം. സെക്ഷൽ ട്രൈമോർഫിസം ഈസ് സീൻ ഇൻ വിച്ച് ഇൻസെക്ട്? നമ്മൾ ഓൾറെഡി പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സിൽക്ക് വർം, ഫയർഫ്ലൈ, സ്റ്റാഗ് ബീറ്റിൽ ആൻഡ് കാപ്ര ബീറ്റിൽ. എന്താ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെയിൽ ഫീമെയിൽ സെപ്പറേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ സെക്ഷൽ ട്രൈമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെയിൽ ഉണ്ടായിരിക്കും, ഫീമെയിൽ ഉണ്ടായിരിക്കും, ഹെർമാഫ്രോഡൈറ്റിക് കണ്ടീഷനും ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു ഇതിൽ വരുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഓപ്ഷനിൽ വരുന്നത് ഏതാണ്? ഓക്കെ, ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. യെസ്, ഇറ്റ് ഈസ് സ്റ്റാഗ് ബീറ്റിൽ. സ്റ്റാഗ് ബീറ്റിൽസ് ആണ് സെക്ഷൽ ട്രൈമോർഫിസം കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇതിന്റെ ആൻസർ. എല്ലാവരും പെട്ടെന്ന് പറഞ്ഞേ. കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ഓഫ് ബി ടി കോട്ടൺ ഇൻ ഇന്ത്യ ഈ സ്റ്റാർട്ടഡ് ഫ്രം? ഏത് ഇയറിലാണ് നമ്മൾ ഇന്ത്യയില് ബി ടി കോട്ടൺ സ്റ്റാർട്ട് ചെയ്തത്? യെസ്, ഇറ്റ് ഈസ് ഇൻ 2002. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. മഹിക്കോയും മോൺസാൻഡോയും കമ്പൈൻ ചെയ്തുകൊണ്ട് 2002 മുതലാണ് ഇന്ത്യയിൽ ബി ടി കോട്ടൺ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പോട്ടഡ് ബോൾവർം. കോട്ടണിലെ സ്പോട്ടഡ് ബോൾവർമിന്റെ സയന്റിഫിക് നെയിം? Aries vitella, Distergus singulatus, Helicoverpa armigera, and Pectinophora gossypiella. Yes, it is Aries vitella. Okay, Aries vitella-നെയാണ് നമ്മൾ സ്പോട്ടഡ് ബോൾവർം എന്ന് പറയുന്നത്. Distergus singulatus എന്ന് പറഞ്ഞാൽ ആരാണ്? ദാറ്റ് ഈസ് റെഡ് കോട്ടൺ ബഗ് അല്ലെ. ദാറ്റ് ഈസ് റെഡ് കോട്ടൺ ബഗ്. Helicoverpa armigera എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ ബോൾവർം. Then Pectinophora gossypiella എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് പിങ്ക് ബോൾവർം. പിങ്ക് ബോൾവർം. Next question, the carrot broth method. Carrot broth method is used for the mass multiplication of. Okay, നമ്മൾ പഠിച്ചിട്ടില്ല, കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ മാസ് മൾട്ടിപ്ലിക്കേഷന് ക്യാരറ്റ് ബ്രോത്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസത്തിന് വേണ്ടിയിട്ടാണ്? വാക്സ് മോത്ത്, ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്, റൈസ് മോത്ത്, ദെൻ എൻഡമോപത്തോജനിക് നിമറ്റോഡ്സ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്. ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ് എന്ന് പറഞ്ഞാൽ ഏത് ഫംഗസാ? അതിന്റെ ആൻസർ പറഞ്ഞേ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്, അതിന്റെ സയന്റിഫിക് നെയിം പറഞ്ഞേ. ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്. യെസ്, ഇറ്റ് ഈസ് മെറ്റാറൈസിയം അനൈസോപ്ലി. ഓക്കെ, മെറ്റാറൈസിയം അനൈസോപ്ലി ആണ് ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്. ഇനി വൈറ്റ് മസ്കാർഡിൻ ഫംഗസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബുവേറിയ ബസിയാന. ഇനി വൈറ്റ് ഹാലോ ഫംഗസ് ആണെങ്കിൽ വോട്ടിസീലിയം ലക്കാനി. യെല്ലോ ഹാലോ ഫംഗസ് ആണ് എങ്കിൽ ഫിസിലോമൈസസ് ലിലാസിനസ്. ഓക്കെ, യെസ്. ദെൻ എൻഡമോപത്തോജനിക് നെമറ്റോഡിന്റെ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? എനി ഗെസ്? എൻഡമോപത്തോജനിക് നെമറ്റോഡ്സിന്റെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ വേടിക്കാൻ കിട്ടുന്ന സാധനം എന്താണ്? EPN എന്ന് പറഞ്ഞ് നമുക്ക് വേടിക്കാൻ കിട്ടുന്നത് എന്താണ്? ഇറ്റ്സ് എ കഡാവർ ഓഫ് ആരും ക്ലാസ് ശ്രദ്ധിച്ചില്ലല്ലേ? റൂട്ട് ഗ്രബിന്റെ മാനേജ്മെന്റിൽ അതുപോലെ തന്നെ ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞു കണ്ണാറയിൽ നിന്ന് നമുക്ക് EPN മേടിക്കാൻ കിട്ടും. പക്ഷെ EPN എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ലെപ്പിഡോപ്റ്ററിന്റെ ലാർവൽ ബോഡിയിലാണ്. ഇറ്റ് ഈസ് ഗലേറിയ വാക്സ് മോത്ത്. യെസ്, വാക്സ് മോത്തിന്റെ ബോഡിയിലാണ്. യെസ്, ഇറ്റ്സ് എ കഡാവർ. എന്തിന്റെ കഡാവർ ആണ്? വാക്സ് മോത്തിന്റെ കഡാവറിലാണ് EPN നമ്മൾ മാസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അട്രോപ്പിൻ. വാട്ട് ഈസ് അട്രോപ്പിൻ? അട്രോപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, അട്രോപ്പിൻ ഇറ്റ്സ് എ കെമിക്കൽ. അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് എ വിറ്റാമിൻ, ആന്റിഫീഡൻ, ആന്റിഡോട്ട് ഓർ ഫിറമോൺ. എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. യെസ്, ഇറ്റ് ഈസ് ആന്റിഡോട്ട്. ഓക്കെ, നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് പറയുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ യൂണിവേഴ്സൽ അല്ല, അത്യാവശ്യം നമുക്ക് OP കാർബമേറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, പോയിസണിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ആന്റിഡോട്ട് ആണ് അട്രോപ്പിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാസിന്യൂറ ലിനി ഈസ് ദ പെസ്റ്റ് ഓഫ്.
ഡാസിന്യൂറ ലിനി ഈസ് ദ ബെസ്റ്റ് ഓഫ്. ഇത് ആക്ച്വലി ഇറ്റ്സ് എൻ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടില്ല ഡാസിന്യൂറ ലിനി എന്തിന്റെ ബെസ്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ പല ഗ്രൂപ്പിന്റെയും പെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. എങ്ങനെയാണെങ്കിലും ഒന്ന് വൈഡ് ഗസ് ചെയ്തേ. യെസ്, ഇറ്റ് ഈസ് റൈറ്റ്, ലിൻസീഡ്. ലിൻസീഡിന്റെ ബെസ്റ്റ് ആണ് ഡാസിന്യൂറ ലിനി എന്ന് പറയുന്നത്. മസ്റ്റാർഡിൽ നമ്മൾ പഠിച്ചിട്ടില്ല, റൈസിൽ പഠിച്ചിട്ടില്ല, ഗ്രൗണ്ട് നട്ടിൽ നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പീഡോജെനസിസ് ഇസ് എ ബേസിക്കലി എ ടൈപ്പ് ഓഫ്. പീഡോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പീഡോജെനസിസ്, വാട്ട് ഇറ്റ് ഈസ്. പീഡോജെനസിസ് കാണിക്കുന്ന ഒരു ഇൻസെക്റ്റ് നമ്മൾ ഓൾറെഡി മോർഫോളജി പോർഷൻ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഫിസിയോളജി പോർഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞെന്ന കാര്യങ്ങളാണ് എന്താണ് പീഡോജെനസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആക്ച്വലി പീഡോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാർത്തനോജെനസിസ്. പാർത്തനോജെനസിന് തുല്യമായിട്ടുള്ള ഒരു എന്താണ് റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താണ് ലൈഫ് സൈക്കിൾ ആണ് പീഡോജെനസിസ് എന്ന് പറയുന്നത്. എന്താണ് പീഡോജെനസിസ്? ഇമ്മച്വർ സ്റ്റേജസിന് എന്ത് ചെയ്യാൻ പറ്റും? റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവാൻ പറ്റും. ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് പീഡോജെനസിസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിംസിനോ അല്ലെങ്കിൽ ലാർവയ്ക്കോ അല്ലെങ്കിൽ നയാറ്റ്സിനോ ഗ്രപ്സിനൊക്കെ എന്താവാൻ പറ്റും? അവർക്ക് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവാൻ, അല്ലെങ്കിൽ എഗ് ലേ ചെയ്യാൻ, അല്ലെങ്കിൽ എഗ് ഫെർട്ടിലൈസേഷനോ അല്ലെങ്കിൽ മേറ്റിങ്ങിനൊക്കെ അങ്ങനെ ഒരു കഴിവ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് പീഡോജെനസിസ്. പീഡോജെനസിസ് കാണിക്കുന്ന ഇൻസെക്ട് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഗോൾമിറ്റ്. ഓക്കെ, ഗോൾമിറ്റ് പീഡോജെനസിസ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പം ഈ ഓവി പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് ലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓവി പാരിറ്റി എന്ന് പറയുന്നത്. വിവി പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിംഗ് ബർത്ത്, ഡയറക്റ്റ് ബർത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിവി പാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓവോ വിവി പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ആക്ച്വലി എഗ് ലേ ചെയ്യും, ബട്ട് അവരുടെ ബോഡീന്റെ ഉള്ളിൽ തന്നെ ആ എഗ് ഇരിക്കും. എന്നിട്ട് എഗ് എമർജ് ചെയ്യുന്ന ലാർവ പുറത്തേക്ക് ബർത്ത് ചെയ്ത് വരും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓവോ വിവി പാരിറ്റി എന്ന് പറയുന്നത്. ഓവോ വിവി പാരിറ്റി. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിംഗിൾ എഗിൽ നിന്ന് നമ്പർ ഓഫ് ആള് പുറത്തേക്ക് വരും. ദാറ്റ് ഈസ് പോളി എംബ്രിയോണി. ഓക്കെ, ഇനി അർനോടോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമ്മുടെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താണ് ട്രോഫലാക്സിസ്, മൗത്ത് ടു മൗത്ത് ഫീഡിങ് മെക്കാനിസത്തിന് അതിൽ വരുന്നതാണ് ഈ അർനോടോക്കി എന്ന് പറയുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. നെക്സ്റ്റ്, നമ്പർ ഓഫ് നിംഫൽ സ്റ്റേജസ് ഇൻ മൈറ്റ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മൈറ്റ്സിൽ എത്ര നിംഫൽ സ്റ്റേജസ് ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. മൈറ്റ്സിന് എത്ര നിംഫൽ സ്റ്റേജസ് ഉണ്ടായിരിക്കും? 8, 6, 5, 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മൗൾട്ടിങ് സ്റ്റേജസ് ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇറ്റ്സ് 3. ഓക്കെ, 3 നിംഫൽ സ്റ്റേജസ് ഉണ്ടായിരിക്കും. അതിലൊരു എക്സെപ്ഷൻ കേസാണ് നമ്മുടെ എറിയോഫിറ്റ്സ്. എറിയോഫിഡ് മൈറ്റ് അവർക്ക് 2 നിംഫൽ സ്റ്റേജസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഞാൻ എക്സെപ്ഷണൽ ആയിട്ട് എറിയോഫിഡിന്റെ നമ്മുടെ കോക്കനട്ട് പഠിപ്പിച്ചപ്പോഴത്തേക്ക് എടുത്ത് പറഞ്ഞു തരുകയും ചെയ്തു. നോർമലി നമ്മുടെ മൈറ്റ്സിന് എത്ര ലെഗ് ആണുള്ളത്? 4 പെയേഴ്സ് ഓഫ് ലെഗ് ആണുള്ളത്. അതിലൊരു എക്സെപ്ഷണൽ കേസാണ് എറിയോഫിഡെ ഫാമിലി അല്ലെങ്കിൽ എറിയോഫിറ്റ്സ് എന്ന് പറയുന്നത്. എറിയോഫിറ്റ്സ് മൈറ്റ്സിനാണെങ്കിൽ 2 പെയേഴ്സ് ഓഫ് ലെഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അച്ചൂക്ക് ഈസ് ദ കൊമേഴ്ഷ്യൽ ഡാഷ് ഇൻസെക്ടിസൈഡ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചൂക്ക് എന്ന് പറയുന്നത് ഏത് ഇൻസെക്ടിസൈഡിന്റെ കൊമേഴ്ഷ്യൽ ഫോം ആണ്? യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്. നീമിന്റെ ഫോമാണ്, ഒരു വേറൊരു ഫോമാണ് അച്ചൂക്ക്. ഓക്കെ, നമ്മുടെ അച്ചൂക്ക്, നിംബിസിഡിൻ, നീമസാൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നോർമലി നീം എന്ന് പറഞ്ഞിട്ട് എല്ലാം നിംബിസിഡിൻ, നീമസാൾ എന്നൊക്കെ ആയിരിക്കും ഓർമ്മിച്ച് വെച്ചേക്കുന്നത്. അതിലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റിന്റെ പേരാണ് അച്ചൂക്ക്. അതുകൊണ്ടാണ് ഞാൻ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the safest method of disposing of the leftover pesticide. ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന പെസ്റ്റിസൈഡ്സിന് നമുക്ക് എങ്ങനെ സേഫസ്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാം? ഓക്കെ, pouring in the drain, pouring in the pond, pouring in a moving stream and burying in the soil. ഓക്കെ, ആർക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. That is burying in the soil. Next question, which nozzle is used for fog composed of very fine droplets? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കൈൻഡ് ഓഫ് നോസിൽസ് ആണ് ഉപയോഗിക്കുന്നത്? ഗേഷ്യസ് എനർജി നോസിൽസ്, സെൻട്രിഫ്യൂഗൽ എനർജി നോസിൽസ്, കൈനറ്റിക് എനർജി നോസിൽസ് ആൻഡ് തെർമൽ എനർജി നോസിൽസ്. എന്താണ് തെർമൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഫോഴ്സോ മെക്കാനിക്കൽ കൈനറ്റിക് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി യൂസ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. ഗേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേഷ്യസ് ഫോംസിൽ ഹൈ പ്രഷർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് ഫോം ആയിരിക്കും ഫോഗിന് ഇതാക്കുന്നത്? ഏത് നോസലായിരിക്കും? ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ എനർജി. സെൻട്രിഫ്യൂഗൽ എനർജി നോസൽസിനാണ് ഫോഗിനെ ഫോം ചെയ്യാനുള്ള കഴിവുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലേറിയ വാസ് ഫസ്റ്റ് ഐഡന്റിഫൈഡ് ഇൻ. മലേറിയ നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? യെസ്, ഇറ്റ് ഈസ് ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കലസുബ്രുക്കസ് ചൈനൻസിസ് ഈ സ്റ്റോറേജ് പെസ്റ്റ് ഓഫ്. ഏത് ക്രോപ്പിന്റെ സ്റ്റോറേജ് പെസ്റ്റ് ആണ്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. കലസുബ്രുക്കസ് ചൈനൻസിസ്. എന്താണ് അതിന്റെ കോമൺ നെയിം? കലസുബ്രുക്കസ്. യെസ്, ഇറ്റ് ഈസ് പൾസ് ബീറ്റിൽ. അപ്പൊ ആൻസർ എന്താണ്? ഇറ്റ്സ് എ gram. Next question. Which one of the following is not correctly matched in terms of disease and insect vector? ഇതില് ഡിസീസും ഇൻസെക്ട് വെക്ടറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം തെറ്റാണ്. അത് ഏതാണെന്ന് നോക്കി കണ്ടുപിടിക്കണം. ഫസ്റ്റ്, സെസാമം ഫിലോഡി. The vector is leaf hopper. PGNP sterility mosaic. The vector is thrips. Wheat streak mosaic. It is vector is Eriophid mite. Then Bindi yellow vein mosaic virus. The question is white fly. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? ദ ആൻസർ ഈസ് ബി, PGNP sterility mosaic. ആക്ച്വലി PGNP sterility mosaic-നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇറ്റ്സ് എ വൈറസ് ഡിസീസ് ട്രാൻസ്മിറ്റിംഗ് ബൈ മൈറ്റ്. മൈറ്റ് ആണ്, ത്രിപ്സ് അല്ല. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടുത്തെ തെറ്റ് എന്ന് പറയുന്നത്. സെസാമം ഫിലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹോപ്പർ തന്നെയാണ്. ദെൻ വീറ്റ് സ്ട്രീക്ക് മൊസൈക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എറിയോഫിഡ് മൈറ്റ് ആണ്. ദെൻ ബിന്ദിയിലെ യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസിന് വൈറ്റ് ഫ്ലൈസ് ആണ്. ഓക്കെ, ബെമിസിയുടെ ബാക്കി തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻസെക്ട് ഫാമിലി ഹൂസ് ലാർവേ ആർ കോൾഡ് റൗണ്ട് ഹെഡഡ് ബോറസ്. ഓക്കെ, ഏത് ഫാമിലിന്റെ ലാർവേനെയാണ് നമ്മൾ റൗണ്ട് ഹെഡഡ് ബോറേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ കുറെ ബോറർ പെസ്റ്റ് ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇട്ടതാണ്. ഓക്കെ, റൗണ്ട് ഹെഡഡ് ബോറേഴ്സ് എന്ന് പറയുന്നത് ഏതിന്റെ പെസ്റ്റ് ആണ്? നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഏതാണ് ആൻസർ? സെറാംബിസിഡെ. ഓക്കെ, അതിനാണ് ചെറിയൊരു ക്ലൂ ഞാൻ തന്നത്, ബോറർ പെസ്റ്റ് പഠിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഏതാണ്? സെറാംബിസിഡെ. സെറാംബിസിഡേന്റെ ലാർവേസിനെ ഗ്രബ്സിന് പറയുന്ന പേരാണ് റൗണ്ട് ഹെഡഡ് ബോറേഴ്സ്. ഓക്കെ, ഇത് ജസ്റ്റ് വൈഡ് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഈ ഹെഡ് ബോറേഴ്സ്. ഓക്കെ, ബോറർ പെസ്റ്റ്. അപ്പൊ ഓപ്ഷൻ നോക്കുക, ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാം കോളിയോപ്റ്ററാണ്. അപ്പം റൗണ്ട് ഹെഡഡ് ബോറർ പെസ്റ്റ് വരുന്നത് ഇതിൽ ഏതാന്നുള്ളൊരു ഐഡിയ ഉണ്ട് എങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ക്ലിക്ക് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ വേറൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ. ഫ്ലാറ്റ് ഹെഡഡ് ബോറേഴ്സ് ആരാണ്? റൗണ്ട് ഹെഡഡ് ബോറേഴ്സ് നമ്മൾ പറഞ്ഞു സെറാംബിസിഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലാറ്റ് ഹെഡഡ് ആയിട്ടുള്ള ബോറേഴ്സ് ആരാണ്? ദാറ്റ് ഈസ് ബുപ്രസ്റ്റിഡെ. ഓക്കെ, നമ്മുടെ ജുവൽ ബീറ്റിൽസിന്റെ ലാർവേ ഗ്രബ്സിനെയാണ് നമ്മൾ ഫ്ലാറ്റ് ഹെഡഡ് ബോറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ടെർമൈറ്റ്. ഓക്കെ, ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൺഫൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ തുളച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്ലേസിന് പറയുന്ന പേരെന്താണ്? ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ, പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. യെസ്, ഇറ്റ് ഈസ് നോൺ ആസ് മൗണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ടെർമിറ്റേറിയം. ടെർമൈറ്റിന്റെ മൗണ്ട് അല്ലെങ്കിൽ ടെർമിറ്റേറിയം എന്നാണ് നമ്മൾ പറയാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൈമത്തോയേറ്റ്. ഓക്കെ, ഡൈമത്തോയേറ്റ് ഈസ് കോൺടാക്ട് ഇൻസെക്ടിസൈഡ്, സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്, ഫംഗിസൈഡ്, ഹെർബിസൈഡ്. ഓക്കെ, യെസ്, ആൻസർ ഒരാൾ പറഞ്ഞു. യെസ് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്. ഡൈമത്തോയേറ്റ് ഏത് ഗ്രൂപ്പാ പറഞ്ഞേ? ഏത് ഇൻസെക്ടിസൈഡ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞേ? ഡൈമത്തോയേറ്റ് ഏത് ഇൻസെക്ടിസൈഡ് ഗ്രൂപ്പാണ്? യെസ്, ഇറ്റ് ഈസ് എ OP കോമ്പൗണ്ട്. ഡൈമത്തോയേറ്റ് ആണ് നമ്മുടെ റോഗർ എന്ന് പറയുന്നത്. റോഗർ ആക്ച്വലി ഇറ്റ് ഈസ് എ സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്, കോൺടാക്ട് ഇൻസെക്ടിസൈഡ് അല്ല, ഫംഗിസൈഡും അല്ല, ഹെർബിസൈഡും അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈപ്പർ മെറ്റമോർഫോസിസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ. ഓക്കെ, ഹൈപ്പർ മെറ്റമോർഫോസിസ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഇൻസെക്ട് ഗ്രൂപ്പിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മള് മെറ്റമോർഫോസിസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. എ മെറ്റമോർഫോസിസ്, ഹെമി മെറ്റമോർഫോസിസ് ഓർ ഹെമി മെറ്റബോള, ദെൻ ഹോളോ മെറ്റബോള, പൗറോ മെറ്റബോള, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് നമ്മൾ ഇത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഫിസിയോളജി പഠിച്ചപ്പോഴത്തേക്ക്. ഏതാണ് ഹൈപ്പർ മെറ്റമോർഫോസിസ് കാണിക്കുന്നത്? എല്ലാരും നോർമൽ കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കും, എക്സെപ്ഷണൽ കാര്യങ്ങൾ പഠിക്കില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. ഹൈപ്പർ മെറ്റമോർഫോസിസ് കാണിക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് മാൻഡിസ്പിഡെ.
മാൻഡിസ്പിഡയാണ് ഹൈപ്പർ മെറ്റമോർഫോസിസ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ജനറലി പഠിക്കുന്ന കാര്യങ്ങളും പഠിച്ചിട്ട് പോകും. ചിലപ്പം ക്വസ്റ്റ്യൻ നമുക്ക് കയ്യിൽ നിന്ന് പോകുന്ന ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വിങ് വെയിൻ. വിങ്ങിന്റെ വെയിനില് ഫസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻ, ആദ്യത്തെ വെയിനിനെ പറയുന്ന പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി പഠിച്ചു. യെസ്, ഇറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റൽ വെയിൻ. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് കോസ്റ്റൽ വെയിൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ട് ഈ മുകളിൽ കൂടെ പോകുന്നതിനെയാണ് ഈ വെയിനില്ലേ, ദാ ഈ വെയിൻ, സോറി ഇങ്ങനെ, ഈ ഒരു വെയിനിനെ പറയുന്ന പേരാണ് കോസ്റ്റൽ വെയിൻ. ആ സി 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 എന്ന് കാണിച്ചിരിക്കുന്നില്ലേ, അതാണ് കോസ്റ്റൽ വെയിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെങ്കു ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ. ഡെങ്കു ഡിസീസ് നമുക്കറിയാം, ഡെങ്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം ആരാണ്, മോസ്കിറ്റോസ് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോസ്കിറ്റോന്റെ ഏത് ഗ്രൂപ്പ്? യെസ്, ഇറ്റ് ഈസ് ഈഡിസ്. ഈഡിസ് ആണ് ഡെങ്കു ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഇൻസെക്ട് ഈസ് വിച്ച് വൺ ഈസ് ഡോസോ വെൻട്രലി കംപ്രസ്ഡ്. ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ, കുറച്ചു മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോ. യെസ്, ഇറ്റ് ഈസ് ഡോർസോ വെൻട്രലി. വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്, കംപ്രസ്ഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബെഡ് ബഗ്. ഫ്ലീ അല്ല, മറ്റേത് ഡോസോ ലാറ്ററലി ആണ്. തെറ്റിപ്പോവരുതേ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്ലീ അല്ല, അത് ലാറ്ററലി ആണ്. ഓക്കെ, ലാറ്ററലി വരുന്നതാണ് ഫ്ലീസ് എന്ന് പറയുന്നത്. ബെഡ് ബഗ് എന്ന് പറയുന്നത് നമ്മുടെ സിമിസിഡെ വരുന്ന അവരാണ് ഡോസോ വെൻട്രലി. ഡോസോ വെൻട്രലി എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈയും കൂടെ ചേർക്കുമ്പോ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ കമ്മിറ്റി വെക്കുമ്പോ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഡോസോ വെൻട്രലി. ഇനി ലാറ്ററലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ കൂപ്പി വെക്കില്ലേ, അങ്ങനെ അടിച്ചു വരുത്തുന്നതിനാണ് ലാറ്ററലി എന്ന് പറയുന്നത്. ഇൻസെക്റ്റിന്റെ ലാറ്ററലി ഫ്ലാറ്റൻഡ്, ദാറ്റ് ഈസ് ഫ്ലീസ്. ഫ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെള്ള് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്താണ് ടിക്ക് എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ ഈ എന്താണ് ചൂടൊക്കെ ആവുന്ന സമയത്ത് ഈ മൃഗങ്ങളുടെ, വീട്ടിലെ വളർത്തു മൃഗങ്ങളുടെ ബോഡിയിലിരിക്കും. ആക്ച്വലി അവര് നമ്മളെ ഹ്യൂമൻസിനെയും ബ്ലഡ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അവരാണ് ഫ്ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോൺ ആസ് വൈറ്റ് ഹാലോ ഫംഗസ്. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. പെട്ടെന്ന് പറഞ്ഞേ, ഏതിനെയാണ് നമ്മൾ വൈറ്റ് ഹാലോ ഫംഗസ് എന്ന് പറയുന്നത്? വൈറ്റ് ഹാലോ ഫംഗസ്. യെസ്, ദ ആൻസർ ഈസ് വെർട്ടിസീലിയം. ഓക്കെ, വെർട്ടിസീലിയത്തിനെയാണ് നമ്മൾ വൈറ്റ് ഹാലോ ഫംഗസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിൽക്ക് യാൺ ഫോംഡ് ബൈ ഡബിളിംഗ് 2 or more raw silk thread and then twisting them slightly is known as. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ സിൽക്കിന്റെ ബണ്ടിൽ, അതാണ് യാൺ എന്ന് പറയുന്നത്, അതിനെ ഉണ്ടാക്കുന്നു. എങ്ങനെ? ഒന്നോ അതിൽ കൂടുതൽ, രണ്ടോ അതിൽ കൂടുതലോ റോ സിൽക്കിനെ ചുറ്റി ചേർത്തിട്ട് ട്വിസ്റ്റ് ചെയ്യുക, അതാണ് നമ്മൾ ചുറ്റി ചേർക്കുക. എന്നിട്ട് നമ്മളൊരു ബണ്ടിൽ ഉണ്ടാക്കുന്ന ആ ബണ്ടിലിന് പറയുന്ന പേരെന്താണ്? ആക്ച്വലി ദാറ്റ് ഈസ് നോൺ ആസ് ട്രാം. അതിനെ പറയുന്ന പേരാണ് ട്രാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരസിറ്റോയിഡ് ഓഫ് റൈസ് ഗോൾഡ് മീറ്റ്. ഇത് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. യെസ്, ഇറ്റ് ഈസ് പ്ലാറ്റികാസ്റ്റർ ഒറൈസേ. പ്ലാറ്റികാസ്റ്റർ ഒറൈസേ ആണ് റൈസ് ഗോൾഡ് മിഡ്ജ് അല്ലെ. റൈസ് ഗോൾഡ് മിഡ്ജിന്റെ പാരസിറ്റോയിഡ് എന്ന് പറയുന്നത് പ്ലാറ്റികാസ്റ്റർ ഒറൈസേ. ബ്രാക്കോൺ ബ്രേവിക്കോണിസ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. ഓപ്പിസിറ അർണോസില. ഐസോട്ടീമ ജാവൻസിസും റൈസ് എക്കോസിസ്റ്റത്തില് വരുന്നതുണ്ട്. എന്നുവെച്ചാൽ മറ്റേ നമ്മുടെ എക്നിമോണിക്സ്, ഐസോട്ടീമ ജാവൻസിസ്. ദെൻ ട്രൈക്കോഗ്രാമ നമുക്കറിയാം, ഇറ്റ് ഇസ് എ എഗ് പാരസിറ്റോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെറൈൽ ഇൻസെക്ട് റിലീസ് മെത്തേഡ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ. ഏതിനെയാണ് നമുക്ക് സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്ക് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തത്? ഞാൻ ഓൾറെഡി നിപ്ലിങ്ങിനെ പറഞ്ഞ സമയത്ത് പറഞ്ഞു. എന്താണ്? സ്ക്രൂവാം ആരാണ്? അങ്ങനെ വെച്ചെങ്കിലും പറയൂ പിള്ളേരെ, ചാറ്റ് ബോക്സ് യൂസ് ചെയ്യേ. ഇറ്റ്സ് എ ഫ്രൂട്ട് ഫ്ലൈ. ഓക്കെ, സ്ക്രൂവാം ഫ്ലൈ അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈസ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്സ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാർവേ ഓഫ് യെല്ലോ സ്റ്റെം ബോറർ ബിലോങ്സ് ടു ദ ഫാമിലി. അല്ലെങ്കിൽ യെല്ലോ സ്റ്റെം ബോറർ ഏത് ഫാമിലിയാണ്? അങ്ങനെ പഠിച്ചാൽ മതി. ഏതാ ക്വസ്റ്റ്യൻ? എന്താണ് ആൻസർ? പെട്ടെന്ന് പറഞ്ഞേ. പൗറോസ്റ്റിഡെ, ആക്റ്റിഡെ, നോക്ടൂയിഡെ, നൺ ഓഫ് ദീസ്. ആരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുന്നില്ല, എന്ത് പറ്റി? പെട്ടെന്നാവട്ടെ. യെസ്, ഒരാൾ മാത്രമാണ് ആൻസർ പറയുന്നത്. കുട്ടികൾ, നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ ടെൻഷനൊന്നും ആവണ്ട.
ഞാനിത് കുറച്ചുകൂടി ടഫ് മീൻസ് ഇൻ ദ സെൻസ് ഭയങ്കര ടഫാക്കി ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, എന്നാൽ ഭയങ്കര സിമ്പിൾ ആക്കി ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ടതാ. ഇത് കണ്ടൊന്നും ടെൻഷൻ ഒന്നും ആവണ്ട കേട്ടോ. ഓക്കെ, പൗറോസ്റ്റിഡേ ആണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പൈറാലിഡേനെ തന്നെയാണ് നമ്മൾ പൗറോസ്റ്റിഡേ എന്ന് പറയുന്നത്, ക്രാമ്പിഡേ എന്ന് പറയുന്നത്, പൈറാലിഡേ എന്ന് പറയുന്നത്. ഞാൻ എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അത് ഓർമ്മിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, നെക്സ്റ്റ്, ഇൻസെക്ട് യൂസ്ഡ് ഫോർ ദ മൈക്രോബയോ അസേ സ്റ്റഡീസ്. മൈക്രോബയോ അസേ സ്റ്റഡീസിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസെക്ട്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹൗസ് ഫ്ലൈസ്, മൊസ്കിറ്റോസ്, ബോത്ത് എ ആൻഡ് ബി, ആൻഡ് ഡ്രോസോഫില. എല്ലാരും ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് മനസ്സിലായി. ഏതിടും? ഡ്രോസോഫില തന്നെ ഇടും. അതങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ്സ് യൂസിങ് ഫോർ മൈക്രോബയോസെ. നമ്മൾ ജനറ്റിക് സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ഡ്രോസോഫില. ഓക്കെ, അത് തെറ്റിപ്പോകരുതേ. അങ്ങനെ ഒരു ഗസ് നമ്മൾ എല്ലാവരും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ജനറ്റിക് സ്റ്റഡീസിന് യൂസ് ചെയ്യുന്നതാണ് ഡ്രോസോഫില. ദെൻ മൈക്രോബയോസി സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് അവരുടെ ലാർവൈസിന് അതുപോലെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസെക്ടിസൈഡ് ട്രീറ്റ്മെന്റിനും എന്താണ് നമ്മുടെ LC50, LD50, EC50 എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അതാണ് മൈക്രോബയോസി എന്ന് പറയുന്നത്. അങ്ങനെ ബയോസി സ്റ്റഡീസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്താണ് നമ്മുടെ പബ്ലിക് ഹെൽത്തിൽ യൂസ് ചെയ്യുന്ന ഇൻസെക്ട്സ് ആയിരിക്കും. ഹൗസ് ഫ്ലൈസ്, ദെൻ മൊസ്കിറ്റോസ്, കോക്രോച്ചസ്, ഇവരൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എൻഡമോളജിസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് എൻഡമോളജിസ്റ്റ് ആരാണ്? ഓക്കെ, ഹിസ്റ്ററി പാർട്ടാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻസ് ആണ്. ആരാണ്? ഹു ഈസ് നോൺ ആസ് ഫസ്റ്റ് എൻഡമോളജിസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ആരാണ്? ഇറ്റ് ഈസ് നൈസ് പിള്ളേ. എത്രയോ തവണ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, സാരമില്ല, എപ്പോഴും റിഫ്രഷ് ചെയ്ത് വെച്ചേക്കുക. നൈസ് പിള്ളേനെയാണ് ഫസ്റ്റ് എൻഡമോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് പ്ലാൻ പ്രൊട്ടക്ഷൻ അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പ്ലാൻ പ്രൊട്ടക്ഷൻ അഡ്വൈസർ ആണ് നമ്മുടെ PPA അല്ലെങ്കിൽ PPO, പ്ലാൻ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ പ്ലാൻ പ്രൊട്ടക്ഷൻ അഡ്വൈസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൂത്തി. ഓക്കെ, അതാണ് HS പ്രൂത്തി. HS പ്രൂത്തി ആണ് ഫസ്റ്റ് പ്ലാൻ പ്രൊട്ടക്ഷൻ അഡ്വൈസർ. ഫസ്റ്റ് എൻഡമോളജിസ്റ്റ് എന്ന് പറയുന്നത് നൈസ് പിള്ളയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റൂൾ. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റൂൾ വന്ന വർഷം ഏതാണ്? റൂൾ ആണ്, ആക്ട് അല്ല. യെസ്, ദ ആൻസർ ഈസ് C. ഓക്കെ, 2004 ബയോഡൈവേഴ്സിറ്റി റൂള് വരുന്നത്. തെറ്റിക്കരുതേ കുട്ടികളെ, ആ ക്വസ്റ്റ്യൻ നോക്കണം. റൂൾ ആണ്, ആക്ട് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെസ്റ്റിസൈഡ് മാനേജ്മെന്റ് ബിൽ കെയിം ഇൻ. പെസ്റ്റിസൈഡ് മാനേജ്മെന്റ് ബില്ല് വന്ന വർഷം നമ്മുടെ സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് കൊണ്ടുവന്ന ഏതാണ്? സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് കൊണ്ടുവന്ന ഇൻസെക്ടിസൈഡ് ബില്ലുണ്ടല്ലേ, ഇൻസെക്ടിസൈഡ് ബില്ലിന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന ബില്ലിന്റെ പേരാണ് പെസ്റ്റിസൈഡ് മാനേജ്മെന്റ് ബില്ല്. ഇത് വന്ന വർഷം ആരും, ഞാൻ എത്രയോ തവണ ക്ലാസ്സിൽ എടുത്തെടുത്ത് പറഞ്ഞു കുട്ടികളെ, 2008 എന്താണ് രാജ്യസഭയിൽ വെച്ചിട്ട് ഇൻസെക്ടിസൈഡ് ബില്ലിലെ പല കാര്യങ്ങളും മാറ്റിയിട്ടാണ് നമ്മൾ പെസ്റ്റിസൈഡ് മാനേജ്മെന്റ് ബില്ല് കൊണ്ടുവന്നത്. ഇപ്പൊ റീസെന്റ് വീണ്ടും ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുക. 1968 ഇൻസെക്ടിസൈഡ് ബില്ല് വന്നത്. അത് റൂൾ ആയതാണ് 1971. ഓക്കെ, തെറ്റിപ്പോകരുതേ. ഇൻസെക്ടിസൈഡ് ബില്ലാണ് 1968, ഇൻസെക്ടിസൈഡ് റൂൾ ആണ് 1971, പെസ്റ്റിസൈഡ് മാനേജ്മെന്റ് ബില്ലാണ് 2008. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോൺസൺ ഓർഗൻ ഈസ് ആബ്സെന്റ് ഇൻ. ജോൺസൺസ് ഓർഗൻ ആബ്സെന്റ് ഇൻ. എന്താണ് അപ്പൊ ജോൺസൺസ് ഓർഗൻ എന്ന് ഓർമ്മിക്കണം. ജോൺസൺസ് ഓർഗൻ ഇൻസെക്ടിസൈഡ് ആക്ട് 1968, ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ ആക്ട് അല്ലെങ്കിൽ ബിൽ എന്ന് പറയും. ഇനി ഇൻസെക്ടിസൈഡ് റൂൾ ആയതാണ് 1971. ഓക്കെ, നെക്സ്റ്റ് ജോൺസൺസ് ഓർഗൻ. ജോൺസൺസ് ഓർഗൻ നോർമലി എവിടെയാണ് കാണുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ആന്റിന. ഓക്കെ, ആന്റിനയിൽ കാണുന്നതാണ് ജോൺസൺസ് ഓർഗൻ എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന ഇൻസെക്റ്റിൽ ആർക്കൊക്കെ ഇല്ല എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കില്ല എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ദ ആൻസർ ഈസ് D, all of these. ഓക്കെ, ഇവർക്ക് ആർക്കും ജോൺസൺസ് ഓർഗൻ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോട്ടീൻ റെസ്പോൺസിബിൾ ഫോർ ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഇൻസെക്ട് വിങ്സ് ക്ലീറേറ്റ്. എന്നുവെച്ചാൽ
ഒന്നുമില്ല, വിങ് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുന്നില്ലേ, അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആർത്രോപോഡിൻ, സ്ക്ലിറോട്ടിൻ, റെസിലിൻ ആൻഡ് മെലാനിൻ. ഓക്കെ, ദ ആൻസർ ഈസ് റെസിലിൻ. റെസിലിൻ എന്ന പ്രോട്ടീൻ ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസത്തിന് യൂസ് ചെയ്യുന്നത്. ദെൻ ആർത്രോപോഡിനും സ്ക്ലിറോട്ടിനും ക്യൂട്ടിക്കിളിലെ ലെയേഴ്സിന്റെ ഇടയിൽ കാണുന്നതാണ് ആർത്രോപോഡിനും സ്ക്ലിറോട്ടിനും. ദെൻ മെലാനിൻ എന്ന് പറയുന്നത് മോൾട്ടിങ് നടന്നതിന് ശേഷം ഈ പുതുതായിട്ട് വരുന്ന ക്യൂട്ടിക്കിളിന്, ന്യൂലി മോൾട്ട് കഴിഞ്ഞ് ക്യൂട്ടിക്കിളിന് കളർ കൊടുക്കുമല്ലോ, ആ ഒരു ടാനിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടീന്റെ പേരാണ് മെലാനിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിങ് വീനേഷൻ ഈസ് ആബ്സെന്റ് ഇൻ. വിങ് വീനേഷൻ ഇല്ലാത്ത ഇൻസെക്ട് ഗ്രൂപ്പ് ഏതാണ്? വിങ് വീനേഷൻ ഇല്ലാത്ത ഇൻസെക്ട് ഗ്രൂപ്പ്, നമ്മൾ വിങ് മോഡിഫിക്കേഷൻ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഹെം എലിട്ര, എലൈട്ര, ടെക്മിന ആൻഡ് സ്കെയിലി വിങ്സ്. ആർക്കാണ് വിങ് വീനേഷൻ ഇല്ലാത്തത്? ഇത് നമ്മൾ വിങ് മോഡിഫിക്കേഷൻ പറഞ്ഞപ്പോൾ അതിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടാണ്. ദാറ്റ് ഈസ് എലൈട്ര. എലൈട്ര ആർക്കാ ഉള്ളത്? എലൈട്ര ഏത് ഇൻസെക്ട് ഗ്രൂപ്പിനാ ഉള്ളത്? പറഞ്ഞേ, ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. എലൈട്ര ആരുടെയാ? യെസ്, ഇറ്റ് ഈസ് ബീറ്റിൽസ്. ഇനി ഹെമ്മലൈട്ര ആരുടെയാണ്? ഹെമ്മലൈട്ര ആരുടെയാണ്? യെസ്, ഇറ്റ് ഈസ് ബഗ്. ദെൻ ടെക്മിന ടൈപ്പ് ഓഫ് വിങ് ആർക്കാണ്? ടെക്മിന. Yes, cockroaches and grasshoppers. Then scaly wings are present in lepidopterans. Okay, അപ്പം ബാക്കിയുള്ള ഹെമ്മലിട്രയ്ക്ക് ആയാലും ടെക്മിനയ്ക്ക് ആയാലും സ്കെയിലി വിങ്സിനായാലും എന്തുണ്ട്? വിങ് വീനേഷൻസ് ഉണ്ട്. വിങ് വീനേഷൻസ് ഒട്ടും ഇല്ലാത്ത അല്ലെങ്കിൽ ആബ്സെന്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അതിന് പകരം അവിടെ കുത്തുകൾ മാത്രമേ ഉള്ളൂ, ലോഞ്ചിറ്റ്യൂഡിലും ട്രാൻസ്വേഴ്സ്ലി ആയിട്ടുള്ള കുത്തുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ വിങ് വീനേഷൻ ആബ്സെന്റ് ആയിട്ടുള്ള ഇൻസെക്ട് ഗ്രൂപ്പ് ഏർക്കാണ്? ബീറ്റിൽസിനാണ്. അപ്പൊ ആ വിങ്ങിനെ പറയുന്ന പേരാണ് എലൈട്ര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെർമിനേറ്റർ ഇസ് ദ ട്രേഡ് നെയിം ഓഫ് വിച്ച് ഇൻസെക്ടിസൈഡ്? ടെർമിനേറ്റർ എന്ന് പറയുന്ന ട്രേഡ് നെയിം ഏത് ഇൻസെക്ടിസൈഡിനാണ് ഉള്ളതെന്നാണ്. ഓക്കെ, ഇതൊരു നമ്മൾ നോർമലി പഠിക്കാത്ത ഒരു ട്രേഡ് നെയിമാണ് ടെർമിനേറ്റർ. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് ക്ലോർപൈറിഫോസ്. ക്ലോർപൈറിഫോസിന്റെ ഒരു ട്രേഡ് നെയിം ആണ് ഏതെന്ന് പറയുന്നത്? ടെർമിനേറ്റർ. ഓക്കെ, യെസ്. ക്യുനാൽഫോസിന്റെ എന്തായിരുന്നു? ഇക്കാലക്സ് അല്ലെ? തയോമെത്തോക്സാമിന്റെ പറഞ്ഞേ. തയോമെത്തോക്സാത്തിന്റെ യെസ്, അക്ടാര. സിഞ്ചിന്റെ അക്ടാര. ദെൻ ഇമിഡാക്ലോപ്രിഡിന്റെതോ? യെസ്, ടാറ്റാമീഡ. Okay, yes, correct. Next question, biological control is likely to be most effective when the predator or parasitoid has. Okay, ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ബയോളജിക്കൽ കൺട്രോൾ ഈസ് ലൈക്ലി ടു ബി മോസ്റ്റ് എഫക്റ്റീവ് വെൻ ദ പ്രിഡേറ്റർ ഓർ പാരസിറ്റോയിഡ് ഹാസ്. ആക്ച്വലി ഇതിൽ ഏത് ക്യാരക്ടർ ആണ് ബെസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ലോങ് ലൈഫ് സൈക്കിൾ, വൈഡ് റേഞ്ച് ഓഫ് പ്രിഫേർഡ് ഹോസ്റ്റ് ആൻഡ് ഹൈ റീപ്രൊഡക്റ്റീവ് റേറ്റ്. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഹൈ റീപ്രൊഡക്റ്റീവ് റേറ്റ്. ലോങ് ലൈഫ് സൈക്കിൾ ആവാൻ പാടുണ്ടോ? എന്താ പറഞ്ഞു തന്നെ? ഹോസ്റ്റിന്റെ അതേ ലൈഫ് സൈക്കിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ ചെറിയ ലൈഫ് സൈക്കിൾ ആയിരിക്കണം, അത് കോയിൻസൈഡും ചെയ്തിരിക്കണം. ദാറ്റ് ഈസ്, അപ്പൊ ലോങ് ലൈഫ് സൈക്കിൾ അല്ല, ഇറ്റ് ഷുഡ് ബി ഷോർട്ട് ലൈഫ് സൈക്കിൾ ഓർ ഇറ്റ്സ് ഈക്വൽ ടു ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ ഹോസ്റ്റ്. ദെൻ വൈഡ് റേഞ്ച് ഓഫ് പ്രിഫേർഡ് ഹോസ്റ്റ് ആവാൻ പാടുണ്ടോ? വൈഡ് റേഞ്ച് ആവാൻ പാടുണ്ടോ? നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന അതേ ഹോസ്റ്റിലേക്ക് പോകണ്ടേ ആ പാരസിറ്റോയിഡ്? നമ്മൾ കൊണ്ടുവരുന്ന പാരസിറ്റോയിഡിന് കുറെ ഹോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇറ്റ് ഷുഡ് ബി ഹൈലി സ്പെസിഫിക്, ഭയങ്കര സ്പെസിഫിക് ആയിരിക്കണം. ഓക്കെ, ദെൻ ഹൈ റീപ്രൊഡക്റ്റീവ് റേറ്റ്. അപ്പൊ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്? ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഈ ഇട്ടിരിക്കുന്ന തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചോദിക്കും. ഞാൻ ഇന്നലെ ആ ക്യാരക്ടർ പറഞ്ഞു തന്നപ്പോ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, സാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഗനോഫോസ്ഫേറ്റ്സ് ആൻഡ് കാർബമേറ്റ് ഇൻസെക്ടിസൈഡ്സ് വർക്ക് ബൈ ഡിസ്റപ്റ്റിംഗ് ഏത് പാർട്ടാണ്? ഇൻസെക്റ്റിന്റെ ഏത് പാർട്ടിനെ ഡിസ്റപ്റ്റ് ആണ് ചെയ്യുന്നത്?
യെസ്, ഇറ്റ് ഈസ് നെർവ് പോയിസൺ. യെസ്, അതിന് നമ്മൾ പറയുന്ന ഓർഗനോഫോസ്ഫേറ്റ്സും കാർബമേറ്റ്സ്, ആനോസി കോമ്പൗണ്ട്സ്, ദെൻ നിയോണിക്കോഡിനോയിഡ്സ്, ദെൻ നമ്മുടെ ഒക്ടോപാമിൻ റിസപ്റ്റേഴ്സ്, ഇവരൊക്കെ എല്ലാത്തും വരുന്നത് നെർവ് റിസപ്റ്റേഴ്സ് ആണ്. ഓക്കെ, നെർവിനെ അല്ലെങ്കിൽ നെർവ് കണ്ടീഷനെ അഫക്ട് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ്സ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഡയമൈറ്റ്സ് ആണെങ്കിൽ മസിൽസിനെയാണ്. ഓക്കെ, മസിൽ പോർഷനിലെ മസിലിന്റെ അവിടത്തെ ആണ് ഇതാക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. ഇൻസെക്ട് ഗ്രോ പ്രോഫിസിനും പിന്നെ ഡയസിനും അങ്ങനെ കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. അവരൊക്കെയാണ് നമ്മുടെ ഏതാണ് ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ള ബുപ്രോഫിസിൻ, ദെൻ നൊവാലുറോൺ, അവരൊക്കെ നമ്മൾ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of these is not considered as an insect growth regulator? നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഏതിനെയാണ് നമ്മൾ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയാത്തത് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്തത്? സിന്തറ്റിക് പാരത്രോയിഡ്, ജുവനൈൽ ഹോർമോൺ അനലോഗ്സ്, കൈറ്റിൻ ഇൻഹിബിറ്റേഴ്സ്, ദെൻ എഗ്ഡൈസ്റ്റിറോയിഡ്സ്. ഇതിലേതാണ് ഇൻസെക്ടിന്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യാത്ത ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേഷനിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ചെയ്യാത്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ഇറ്റ്സ് കറക്റ്റ്. ഇറ്റ് ഈസ് സിന്തറ്റിക് പാരത്രോയിഡ്. സിന്തറ്റിക് പാരത്രോയിഡ് എന്താണ്? ഇറ്റ്സ് എ നെർവ് പോയിസൺ അല്ലെ? നെർവിനെ അഫക്ട് ചെയ്യുന്ന ആളാണ് സിന്തറ്റിക് പാരത്രോയിഡ്സ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷനിങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഡൗട്ട് പോലെയൊക്കെ വരും. ഓക്കെ, ടെൻഷനൊന്നും വേണ്ട, ഒന്നും കൂടി ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റർ നമ്മൾ പറയാത്ത ഗ്രൂപ്പ് ഏതാണ്? ജൂനൈൽ ഹോർമോൺ അനലോഗ്സ് നമ്മൾ പഠിച്ചു അല്ലെ? മെത്തോപ്രീൻ, ഹൈഡ്രോപ്രീൻ, കിനോപ്രീൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അവരൊക്കെയാണ് ജൂനൈൽ ഹോർമോൺ അനലോഗ്സ് എന്ന് പറയുന്നത്, ഡയസീൻസ് ഗ്രൂപ്പ്സ്. പിന്നെ വരുന്നതാണ് നമ്മുടെ കൈറ്റിൻ ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, കൈറ്റിൻ ഇൻഹിബിറ്റേഴ്സിൽ നമ്മൾ പഠിച്ചതാണ് ബുപ്രോഫിസിൻ ഒക്കെ. ഓക്കെ, ദെൻ എഗ്ഡൈസ്റ്റിറോയിഡ്സ്. എഗ്ഡൈസ്റ്റിറോയിഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണ്. എഗ്ഡൈസ്റ്റിറോയിഡ് എന്ന് പറയുന്നത് തന്നെ ഗ്രോത്ത് റെഗുലേറ്റർ ആണ് അല്ലെ? ഗ്രോത്തിന്റെ അല്ലെങ്കിൽ മൗൾട്ടിംഗ് ഹോർമോൺ ആണ് എഗ്ഡൈസ്റ്റിറോയിഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ മൂന്നും എന്താണ്? ഇറ്റ്സ് റിലേറ്റഡ് ടു ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റർ. പാരത്രോയിഡ് മാത്രം അതിൽ വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാറന്റൈൻ ഓഫ് ആൻ ഇൻസെക്ട് പെസ്റ്റ് ഇൻവോൾവ്. നമ്മുടെ ഒരു ഇൻസെക്ട് പെസ്റ്റിന്റെ ക്വാറന്റൈൻ ചെയ്യുമ്പോൾ എന്ത് കാര്യമാണ് അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇറാഡിക്കേഷൻ ഓഫ് ദ പെസ്റ്റ്, ലിമിറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് ദ പെസ്റ്റ്, കോപ്പറേഷൻ ഓഫ് ദ പബ്ലിക് ആൻഡ് ബി ആൻഡ് സി. ഏതായിരിക്കും ആൻസർ വരുന്നത്? യെസ്, ദ ആൻസർ ഈസ് ഡി. നമ്മള് ഇറാഡിക്കേഷൻ ഓഫ് ദ പെസ്റ്റ് നമുക്ക് പറ്റത്തില്ല. വന്നൊരു സാധനത്തിനെ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ നമുക്ക് പറ്റുമായിരുന്നുവെങ്കിൽ പല ഇൻവേസീവ് പെസ്റ്റും നമ്മുടെ പുതിയ ലൊക്കേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യില്ലായിരുന്നു. അപ്പം ഒരിക്കലും ഇറാഡിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ഇൻവേസീവ് പെസ്റ്റ്. അപ്പം പിന്നെ അതിൽ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോവാതെ നോക്കുക. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് ദ പെസ്റ്റ്. ഇനി ആ ഒരു കണ്ടീഷൻ നമുക്ക് പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ഓൺലി ത്രൂ ദ കോർപ്പറേഷൻ ഓഫ് പബ്ലിക്. പബ്ലിക്കിന്റെ കോർപ്പറേഷൻ നടന്നാൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോക്സിക്കൻ പ്രസന്റ് ഇൻ ഡസ്റ്റ് ഫോർമുലേഷൻ. ഡസ്റ്റ് ഫോർമുലേഷനിൽ നോർമലി കാണുന്ന ടോക്സിക്കന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? അല്ലെങ്കിൽ നമ്മൾ ഡസ്റ്റ് ഫോർമുലേഷനിലുള്ള ഇൻസെക്ടിസൈഡ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏത് റേഞ്ചിലാണ് ആക്റ്റീവ് കണ്ടന്റ് ഉണ്ടാവുക, ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. 0.1 to 25%, then 10 to 25%, 1 to 25%, and 0.01 to 25%. ഏതായിരിക്കും ആൻസർ? ദ ആൻസർ ഈസ് എ, 0.1 to 25%. ഓക്കെ, 0.1 to 25% ആണ് ഡസ്റ്റ് ഫോർമുലേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ഈ 25% എബോയിലേക്ക് നമ്മൾ ഡസ്റ്റ് ഫോർമുലേഷനിലേക്ക് കൊടുക്കില്ല. കാരണം ഡസ്റ്റ് ഫോർമുലേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് നമ്മൾ ഓവറായിട്ട് മീൻസ് ഡസ്റ്റ് ഫോർമുലേഷനിൽ നമ്മളൊരു ഇൻസെക്ടിസൈഡിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. കാരണം വിൻഡ് ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഇതിന്റെ ലോസ് ഭയങ്കര കൂടുതലായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ മോർ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് അതിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കത് നഷ്ടമാണ്. ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ചിട്ടാണ് ഒരു ഇൻസെക്ടിസൈഡിന്റെ എഫക്ടിവിറ്റി എത്രത്തോളം വരുന്നത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടുന്നത്. അപ്പൊ
ഡസ്റ്റ് ഫോർമുലേഷൻ ഓൾറെഡി ലോസ് കൂടുതലാണ് അല്ലെ നമ്മൾ ഫീൽഡ് ആപ്ലിക്കേഷനിൽ. അതുകൊണ്ട് മാക്സിമം നമ്മൾ 25% വരെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് കമ്പോണന്റ് കൊടുക്കുള്ളൂ. ഓക്കെ, 0.1 to 25%. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലേ, എന്താണ് ഫെർട്ടറ 4G. ഓക്കെ, 4G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാന്യൂൾ ആണ്. ഇറ്റ്സ് 4G. 4 മീൻസ് അവിടെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് കോൺസെൻട്രേഷൻ 4 ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Substance present in insecticide formulation which reduce the phytotoxicity. നമ്മളെ ഫോർമുലേഷനിൽ നമ്മൾ ഇപ്പൊ കുറെ ഫോർമുലേഷൻ നമ്മൾ പഠിച്ചില്ലേ, ഡസ്റ്റ് ഫോർമുലേഷൻ, പിന്നെ ലിക്വിഡ് ഫോർമുലേഷൻ. ഓക്കെ, ലിക്വിഡ് ഫോർമുലേഷനിൽ തന്നെ കുറെ EC ഫോർമുലേഷൻ, SC ഫോർമുലേഷൻ, then aqua flowable, okay, that is AF formulation, then SL formulation, soluble liquid formulation, then vegetable granule formulation, vegetable powder formulation എന്നൊക്കെ പറഞ്ഞ് കുറെ ഫോർമുലേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോർമുലേഷനില് നമ്മള് ഫൈറ്റോടോക്സിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഏത് കമ്പോണന്റിനെയാണ് ആഡ് ചെയ്യാറെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റെബിലൈസർ, സോഫ്റ്റ്നർ, സ്പ്രെഡർ ആൻഡ് ഹ്യൂമക്ടന്റ്. ഏതായിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഓക്കെ, ആരും ആൻസർ പറയുന്നില്ല. ദ ആൻസർ ഈസ് സോഫ്റ്റ്നർ. ഓക്കെ, സോഫ്റ്റ്നർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ് നമ്മൾ നോർമലി ഫൈറ്റോടോക്സിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോർമുലേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഫോർമുലേഷൻ എടുത്തിട്ട് വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നു. അപ്പൊ വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്ത പ്രിസിപ്പിറ്റേഷൻ ഒന്നും നടക്കാതെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കമ്പോണന്റിനെ പറയുന്ന പേരാണ് സ്റ്റെബിലൈസർ. ഇനി സ്പ്രെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നോർമലി ഏരിയയിൽ സ്പ്രേയും കൊടുക്കുമ്പോഴത്തേക്ക്, ലീഫിൽ സ്പ്രേ കൊടുക്കുമ്പോൾ മാക്സിമം ഏരിയ കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് അടങ്ങിയ വാട്ടർ മോളിക്യൂളിനെ ആ ഒരു ലീഫ് ഏരിയയിലേക്ക് മാക്സിമം സ്പ്രെഡ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണന്റിനെ പറയുന്ന പേരാണ് സ്പ്രെഡേഴ്സ്. ഇനി ഹ്യൂമക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? കുറച്ചുകൂടി നേരം വെറ്റ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റിംഗ് ഏജന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഹ്യൂമക്ടന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ദെൻ 1 സെക്കൻഡ്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സെക്ഷനും കൂടെ ഉണ്ട്. ഇന്ന് PPT ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, ഇതിന്റെ ഓർഡർ വ്യത്യാസമൊന്നേ ഉള്ളൂ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്, വിച്ച് ഇൻസെക്ട് ഓർഡർ കണ്ടെയ്ൻ സ്പീഷീസ് ദാറ്റ് ആർ ഇമ്പോർട്ടന്റ് പെസ്റ്റ് ഓഫ് ഡൊമസ്റ്റിക് അനിമൽ? ഡൊമസ്റ്റിക് അനിമൽസിന്റെ പെസ്റ്റ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ ലിസ്റ്റിലെ ഏത് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സൈഫനോപ്റ്റിറ ആൻഡ് കോളിയോപ്റ്റിറ, ഓർത്തോപ്റ്റിറ ആൻഡ് ഹെമിപ്റ്റിറ, ഡിപ്റ്റിറ ആൻഡ് തിറാപ്റ്റിറ, ഓൾ ഓഫ് ദീസ്. ഇതില് ഡൊമസ്റ്റിക് അനിമൽസിന്റെ പെസ്റ്റ് ആയിട്ട് വരുന്നത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്റ്റിറ. ഡിപ്റ്റിറ ആൻഡ് തിറാപ്റ്റിറ. ഡിപ്റ്റിറയും തിറാപ്റ്റിറയും ഫാമിലീസ് ആണ് ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് ആനിമൽസിന്റെ പെസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബയോളജിക്കൽ കൺട്രോൾ ഈസ് ലൈക്ലി ടു ബി മോസ്റ്റ് എഫക്റ്റീവ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. An example of a biological control against insect is the use of. നമ്മൾ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നതിൽ ഏതാണ് ബയോളജിക്കൽ കൺട്രോളിന് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെർബിസൈഡ്സ്, റെഫ്യൂജീസ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് സെക്സ് ഫിറമോൺസ് ഓർ സെക്സ് ഹോർമോൺസ്. ഏതാണ് ആൻസർ? ശ്രദ്ധിക്കുക, ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് സെക്സ് ഹോർമോൺസ്. ഓക്കെ, സെക്സ് ഹോർമോൺസ് ആണ് നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഇൻസെക്ട് ഓഡിറ്ററി സെൻസ് സ്ട്രക്ചർ? ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ അല്ലെ? ഓഡിറ്ററി അല്ലെ? ഓഡിറ്ററി സെൻസ് സ്ട്രക്ചർ ദാറ്റ് ഡിറ്റക്ട്സ് ദ സൗണ്ട് കോൾഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്റ്റില് അവർ പുറമേ നിന്ന് വരുന്ന സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓർഗൻ ഏതാണ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാരും ഈ പറഞ്ഞു. ദാറ്റ് ഈസ് റൈറ്റ്, ഇറ്റ് ഈസ് ടിംബാന. നമ്മൾ ഓൾറെഡി ഓർത്തോപ്റ്ററ ഫാമിലി പറഞ്ഞപ്പോ അവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദാറ്റ് ഈസ് ടിംബാന. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The family of the Bemisia tabaci.
ബെമിസിയ ടബാക്കിന്റെ ഫാമിലി ഏതാണ്? പെട്ടെന്ന് പറഞ്ഞേ. അപ്പിയോണിഡെ. യെസ് കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് അലിറോഡിഡെ. അലിറോഡിഡെ ആണ് ബെമിസിയ ടബാക്കി. വൈറ്റ് ഫ്ലൈസ് അല്ലെ, വൈറ്റ് ഫ്ലൈസിന്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാമിലി ഓഫ് പെക്ടിനോഫോറ ഗോസിപ്പിയല്ല. ഓൾറെഡി ആൻസർ വന്നല്ലേ. ദാറ്റ് ഈസ് ജെലിച്ചിഡെ. ജെലിച്ചിഡെ ആണ് പെക്ടിനോഫോറ ഗോസിപ്പിയല്ലേന്റെ ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാമിലി ഓഫ് ഡ്രോസിച്ച മാഞ്ചിഫെറെ. ഡ്രോസിച്ച മാഞ്ചിഫെറയുടെ ഫാമിലി ഏതാണ്? പെട്ടെന്ന് പറഞ്ഞേ. ഡ്രോസിച്ച മാഞ്ചിഫെറെ, അതിന്റെ ആ പെസ്റ്റിന്റെ ഫാമിലി ഏതാണ്? യെസ്, ഇറ്റ് ഈസ് കോക്സിഡെ. മറന്നുപോയോ? മീലി ബഗ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡ്രോസിച്ച മാഞ്ചിഫെറെ. എന്താണ്? മാംഗോ മീലി ബഗ്. ഓക്കെ, അലിറോഡിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് അലിറോഡിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൈറ്റ് ഫ്ലൈ. എഫിഡിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിക്സ്. പൈറാലിഡെ എന്ന് പറഞ്ഞാൽ ലെപ്പിഡോപ്റ്ററ. അപ്പൊ പിന്നെ ഡ്രോസിച്ച മാഞ്ചിഫെറെ, ഇറ്റ് ഇസ് മാംഗോ മീലി ബഗ്. കോമൺ നെയിം അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്താൻ പറ്റും. ഓക്കെ, then another name for an insect walking leg. ഇൻസെക്റ്റിന്റെ വാക്കിംഗ് ലെഗിന്റെ വേറൊരു പേര് ഇൻസെക്ട് വാക്കിംഗ് ലെഗ്. എന്താണ് പറയുന്നത്? വാക്കിംഗ് ലെഗിന് നമ്മൾ എന്താ പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് നോൺ ആസ് ആംബുലറ്റോറിയൽ. ഓക്കെ, ആംബുലറ്റോറിയൽ എന്നാണ് പറയുന്നത്. ഫൊസോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഗിങ് ടൈപ്പ്. കഴ്സോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കഴ്സോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞേ? കഴ്സോറിയല് യെസ്, ഇറ്റ് ഈസ് റണ്ണിങ് ടൈപ്പ്. സാൾട്ടറ്റോറിയൽ ആണെങ്കിലോ? സാൾട്ടറ്റോറിയല് ജമ്പിങ് ടൈപ്പ്. ഓക്കെ ഗുഡ്. സോറി, ഇവിടെ ഓൾറെഡി വന്നു ആൻസർ. എന്നാലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ മോഡിഫൈഡ് ഹൈൻഡ് വിങ് ഇൻ ഫ്ലൈസ് യൂസ്ഡ് ഫോർ ദ ബാലൻസ് ആർ കോൾഡ്. നമ്മുടെ ഫ്ലൈസില്, ഡിപ്റ്റിറൻസില് ഹൈൻഡ് വിങ്സ് മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ്, യെസ്, ഇറ്റ് ഈസ് ഹാൾട്ടീസ്. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈനോസറസ് ബീറ്റിൽ ഈസ് ആക്റ്റീവ് ഡ്യൂറിംഗ് ഡാഷ് സീസൺ. ഏത് സീസണിലാണ് റൈനോസറസ് ബീറ്റിൽസ് ആക്റ്റീവ് ആവുന്നത്? സമ്മർ, വിന്റർ, മൺസൂൺ, ഹോൾ ദ ഇയർ. ഏത് സീസണിലാണ്? ഇറ്റ് ഈസ് മോസ്റ്റ് ആക്റ്റീവ് ഡ്യൂറിംഗ് മൺസൂൺ സീസൺ. നമ്മൾ ആ പെസ്റ്റിന്റെ മാനേജ്മെന്റിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. 3 സീസൺ, 3 ടൈമാണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് എങ്ങനെയാണ്? പ്രീ മൺസൂൺ, മൺസൂൺ, പോസ്റ്റ് മൺസൂൺ. അങ്ങനെയാണ് നമ്മൾ ആക്സൽ ഫില്ലിംഗ് ആയാലും ദെൻ ഇൻസെക്ടിസൈഡ് ട്രീറ്റ്മെന്റ് ആയാലും ചെയ്യുന്നത്. ഓക്കെ, തെറ്റിപ്പോവരുതേ. നെക്സ്റ്റ്, സിൽക്ക് ഒബ്റ്റൈൻഡ് ഫ്രം ഡാഷ് ഈസ് നോട്ട് റീലബിൾ. നമ്മള് സിൽക്ക് നമുക്ക് പല ഗ്രൂപ്പിൽ നിന്ന് സിൽക്ക് കിട്ടാറുണ്ട്. എറി സിൽക്ക് വോം കിട്ടാറുണ്ട്, ടസാർ സിൽക്ക് വോം ഉണ്ട്, മൂഗ സിൽക്ക് വോം ഉണ്ട്, ദെൻ ബോംബിക്സ് മോറി എന്നാണ് നമ്മൾ നോർമൽ മൽബറി സിൽക്ക് വോം എന്ന് പറയുന്നത്. ഇനി ഇതില് നമുക്ക് റീല് ചെയ്യാൻ പറ്റാത്തത്, ദാറ്റ് മീൻസ് നമുക്ക് ആ ഒരു കൊക്കൂണിൽ നിന്ന് സിൽക്കിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഏത് ഗ്രൂപ്പാന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ദ ആൻസർ ഈസ് എറി സിൽക്ക് വോം. എറി സിൽക്ക് വോം ആണ്. എറി സിൽക്ക് വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു? നമ്മുടെ എറി കാസ്റ്റർ. കാസ്റ്ററിൽ റെയർ ചെയ്യുന്നതാണ് എറി സിൽക്ക് വോം. അതിന്റെ ഇതിൽ നിന്ന് നമുക്ക് റീല് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സിൽക്ക് റീല് ചെയ്യാൻ പറ്റാത്തതാണ് എറി സിൽക്ക് വോം. ടസാർ സിൽക്ക് വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് മരങ്ങളിൽ മാത്രം എന്നാണ് ടസാർ സിൽക്ക് വോം. മൂഗ ആണ് എങ്കിൽ നമ്മുടെ ആസാമിൽ മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് മൂഗ സിൽക്ക് വോം. ഓക്കെ, ഇത് ഓൾറെഡി വന്നു, എന്നാലും പറയാണ്. വിച്ച് ഈസ് നോട്ട് എ റിപ്പലന്റ്. ഇതിൽ ഏതാണ് റിപ്പലന്റ്, ഇൻസെക്ട് റിപ്പലന്റ് അല്ലാത്തത് ഏതാണ്? പൈറത്രം, ഫിഷ് മീൽ, ക്യാംഫർ, സിട്രനല്ല ഓയിൽ. ഓക്കെ, അപ്പൊ ആൻസർ ഓൾറെഡി വന്നു. ദാറ്റ് ഈസ് പൈറത്രം അല്ലെ? പൈറത്രം ആണ് എന്തെന്ന് പറയുന്നത് റിപ്പലന്റ് അല്ലാത്തത്. ഫിഷ് മീൽ, നമ്മള് ഫിഷ് മീൽ ജാഗറി എക്സ്ട്രാക്ട് ആക്ച്വലി എന്താണ്, അതൊരു റിപ്പലന്റ് ആണ്. ക്യാംഫർ, നമ്മുടെ എന്താണ് കർപ്പൂരം എന്ന് പറയുന്നത്, അതും പെസ്റ്റ് റിപ്പലന്റ് ആണ്, എസ്പെഷ്യലി ഫോർ ഹൗസ് ഫ്ലൈസ് ആൻഡ് മൊസ്കിറ്റോസ്. ദെൻ സിട്രനല്ല ഓയിൽ ആണ് നമ്മള് മറ്റേ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോഡിയിലൊക്കെ തേക്കുന്ന സാധനം ഇല്ലേ, എന്താണ് ഓഡോമോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മേടിച്ച് തേക്കില്ലേ, അതിന്റെ മെയിൻ കമ്പോണന്റ് സാധനമാണ് സിട്രനല്ല ഓയിൽ. ഓക്കെ, പൈറത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഏതാണ്? റിപ്പലന്റ് അല്ല. അവിടെ നടക്കുന്ന ഏതാണ്? നോക്ക് ഡൗൺ എഫക്റ്റ് ആണ് അല്ലെ? പൈറത്രമാണ് നമ്മുടെ മോസ്കിറ്റോ കോയിലും ഇതിലൊക്കെ ഉള്ളത്. അവിടെ റിപ്പലന്റ് അല്ല നടക്കുന്നത്. അതുമായിട്ട് കോണ്ടാക്ട് വരുന്നവര് ഇമ്മീഡിയറ്റ് ആയിട്ട് ബോധം കെട്ട് വീഴാണ്. നോക്ക് ഡൗൺ എഫക്റ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബോഡി ഓഫ് ഇൻസെക്ട് ജനറലി കൺസിസ്റ്റ് ഓഫ് ഡാഷ് സെഗ്മെന്റ്. അല്ലെങ്കിൽ ഇൻസെക്ട് ബോഡിയിൽ എത്ര സെഗ്മെന്റ് ആണ് ഉള്ളത്? എത്ര സെഗ്മെന്റ് ആണുള്ളത്? 10, 15, 20, 40. എത്രയാണ്? ദ ബോഡി ഓഫ് ഇൻസെക്ട് ആണ്. ഇറ്റ് ഈസ് 20 ആണ് വരുന്നത്. എങ്ങനെ? അബ്ഡോമനില് 11, തൊറാസിക് സെഗ്മെന്റ് 3 എണ്ണം, അപ്പൊ എത്രയായി? 14. ദെൻ ഹെഡില് 6 സെഗ്മെന്റ്, ദാറ്റ് ഈസ് ടോട്ടലി 20. മനസ്സിലായോ? ഹെഡ് എടുത്തു കഴിഞ്ഞാല്, ഹെഡ് സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാല് ഹെഡില് നമ്മള് 6 എന്ന് പഠിച്ചാൽ മതി. 7 എംബ്രിയോണിക് സ്റ്റേജസിലാണ് 7 പറയുന്നത്. റീസെന്റ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ 6 പഠിച്ചാൽ മതി. റീസെന്റ് നമ്മൾ ഇപ്പൊ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് 7 എന്നാ പഠിക്കാറ്. ഓക്കെ, ഇത് അവിടെ നിന്നോട്ടെ, 6 തന്നെ പഠിക്കാം. ഇനി ഹെഡ് നെക്സ്റ്റ് വരുന്ന പോർഷൻ ആണ് നമ്മുടെ തൊറാക്സ് അല്ലേ? തൊറാക്സിൽ എത്ര സെഗ്മെന്റ് ഉണ്ട്? 3 അല്ലെ? മീസോ തൊറാക്സ്, മെറ്റാതൊറാക്സ്, ദെൻ ഏറ്റവും ഫ്രണ്ടിലുള്ള പ്രോതൊറാക്സ്, അങ്ങനെ 3. ദെൻ അബ്ഡമൻ. അബ്ഡമനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ മാക്സിമം ഓഫ് 11 സെഗ്മെന്റ്സ് വരാറുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ്? ദാറ്റ് ഈസ് 20. അപ്പൊ ടോട്ടൽ എത്രയാണ് ഒരു ബോഡിയുടെ മൊത്തത്തിലുള്ള ഇൻസെക്ടിന്റെ ബോഡി സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് 20. ഇത് കുറച്ചൊരു കൺഫ്യൂഷനിങ് ടൈപ്പ് ആണ്, ബട്ട് ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ചിർക്കി ഡിസീസ് ഓഫ് കാർഡമം ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ. ചിർക്കി ഡിസീസ് എന്ന് പറയുന്നത് കാർഡമത്തില് ഒരു ഡിസീസ് ഉണ്ട്, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? കോണഫിഡ്, ചില്ലി ത്രിപ്സ്, സില്ലിക്സ് ആൻഡ് ലീഫ് ഹോപ്പേഴ്സ്. ഓക്കെ, ഇതൊക്കെ ഒരു SRF ലെവൽ, JRF ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദ ചിർക്കി ഡിസീസ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ എഫിഡ്സ്, കോണഫിഡ്സ്. ഓക്കെ, കോണഫിഡ്സ് ആണ് ചിർക്കി ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സയന്റിഫിക് നെയിം ഓഫ് കൊളറാഡോ പൊട്ടറ്റോ ബീറ്റിൽ. കൊളറാഡോ പൊട്ടറ്റോ ബീറ്റിൽ നമ്മൾ പൊട്ടറ്റോ പഠിക്കുന്നില്ല, പക്ഷെ കൊളറാഡോ പൊട്ടറ്റോ ബീറ്റിലിന് വേറെ കുറെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈം ആയിട്ട് എന്താണ് ഇൻസെക്ടിസൈഡൽ റെസിസ്റ്റൻസ് കാണിച്ചു തുടങ്ങിയത് കൊളറാഡോ പൊട്ടറ്റോ ബീറ്റിലും അതുപോലെ തന്നെ ഡയമണ്ട് ബാക്ക് മോത്തും ആയിരുന്നു. അപ്പം വേണമെങ്കിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇട്ടതാണ്. കൊളറാഡോ പൊട്ടറ്റോ ബീറ്റിലിന്റെ സയന്റിഫിക് നെയിമാണ് എന്താണ്? ലെപ്റ്റിനോടാർസ ഡിസെമിനേറ്റ്. ഓക്കെ, ലെപ്റ്റിനോടാർസ ഡിസെമിനേറ്റ എന്നാണ് കൊളറാഡോ പൊട്ടറ്റോ ബീറ്റിലിന്റെ സയന്റിഫിക് നെയിം. തൊറീമിയോ ഓപ്പർക്കുലല്ല എന്തായിരുന്നു? തൊറീമിയോ ഓപ്പർക്കുലല്ല എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? പോട്ടെ. പ്ലോഡിയ നമ്മൾ പഠിച്ചിട്ടില്ല, വിട്ടേക്ക്. യെസ്, തൊറീമിയോ ഓപ്പർക്കുലല്ല ട്യൂബർ മോത്ത്. ഇനി ട്രോഗോഡർമ ഗ്രനേറിയോ. ട്രോഗോഡർമ ഗ്രനേറിയം എന്തിന്റെ സയന്റിഫിക് നെയിം ആയിരുന്നു? ട്രോഗോഡർമ. ഡർമ ഓർമ്മിക്കു കുട്ടികളെ. ഗ്രാനറി ഗ്രനേറി. യെസ്, ഇറ്റ് ഈസ് എ കാപ്ര ബീറ്റിൽ. യെസ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെൻഷൻ ഒന്നും വേണ്ട, അതെല്ലാം നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ദെൻ ബ്രെസ്റ്റാൻ. ഇറ്റ്സ് എ ആന്റിഫീഡന്റ് വിച്ച് ഈസ് യൂസ്ഡ് അഗെയിൻസ്റ്റ്. നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, നമുക്ക് ആന്റിഫീഡൻസ്, നമ്മൾ റിപ്പലൻസ് പഠിച്ചു, അതുപോലെ ആന്റിഫീഡൻസ്. ആന്റിഫീഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ കമ്പോണന്റ് ഉള്ള സ്ഥലത്ത് അവര് ഫുഡ് തിന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ബ്രസ്റ്റൻ എന്ന് പറയുന്ന ഒരു ആന്റിഫീഡന്റ് ഉപയോഗിക്കാറുണ്ട്. അത് ഏത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ്. ചാൻസറീസ്, കട്ട്വോംസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആന്റിഫീഡന്റ് ആണ്. ഓക്കെ, വേണമെങ്കിൽ ഓർമ്മിച്ച് വെച്ചാൽ മതി, ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഓക്കെ, നെക്സ്റ്റ് ബൊട്ടാണിക്കൽ വിച്ച് ഈസ് ഹാംഫുൾ ടു പോളിനേറ്റേഴ്സ്. ഇത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, കാരണം നമ്മുടെ സിലബസിൽ പോളിനേറ്റേഴ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, നമ്മൾ ഇന്നലെ പഠിക്കുകയും ചെയ്തു അല്ലെ. അപ്പോ പോളിനേറ്റേഴ്സിന് ഹാംഫുൾ ആയിട്ട് വരുന്ന ബൊട്ടാണിക്കൽ ഏതാണ്? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സബഡില്ല, റോട്ടിനോൺ, റൈനോഡൈൻ ആൻഡ് ലിമനോൺ. ഇതിലേതാണ് പോളിനേറ്റേഴ്സിന് ഹാംഫുൾ ആയിട്ട് വരുന്ന ബൊട്ടാണിക്കൽ? ഓക്കെ, ദ ആൻസർ ഈസ് സബഡില്ല. ഓക്കെ, സബഡില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൊട്ടാണിക്കൽ. നമ്മൾ സബഡില്ലേന് ഇൻസെക്ടിസൈഡൽ ആക്ടിവിറ്റി ഉള്ളതാണ്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സബഡില്ല.
അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ബട്ട് ഇറ്റ് ഈസ് ഹൈലി എന്താണ് ടോക്സിക് ടു പോളിനേറ്റേഴ്സ്. പോളിനേറ്റേഴ്സിന് ഹൈലി ടോക്സിക് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലൂ ഡിസീസ് ഓഫ് കോട്ടൺ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ. കോട്ടന്റെ ബ്ലൂ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? എഫിഡ്സ്, ത്രിപ്സ്, ജാസിഡ്സ്, റെഡ് കോട്ടൺ ബഗ്. ആദ്യം ബ്ലൂ ഡിസീസ് എന്താണെന്ന് അറിയണം അല്ലേ? എന്നാലല്ലേ നമുക്ക് ഓർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആൻസർ നോക്കാം. ഇറ്റ് ഈസ് എഫിഡ്സ്. എഫിഡ്സ് ആണ് കോട്ടണിലെ ബ്ലൂ ഡിസീസ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ട്രാപ്പ് ഈസ് യൂസ്ഡ് ഫോർ. നമ്മൾ ബ്ലാക്ക് ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ട്രാപ്പ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നത് ഏത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനാണ്? സ്റ്റോർ ഗ്രെയിൻ പെസ്റ്റ്, ഗ്രൗണ്ട്നട്ട് ലീഫ് മൈനർ, കോഫി ബെറി ബോറർ ആൻഡ് മോസ്കിറ്റോ ആൻഡ് ഫ്ലൈസ്. ഏതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ട്രാപ്പ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് മോസ്കിറ്റോസ് ആൻഡ് ഫ്ലൈസ്. നമ്മൾ ബ്ലാക്ക് ലൈറ്റ് ഉപയോഗിക്കുന്ന, നമ്മൾ ട്രാപ്പ് പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ലൈറ്റ്സ്. ഓക്കെ, ഈ ബ്ലാക്ക് ലൈറ്റ്സ് പെസ്റ്റോ ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നോർമലി യൂസിങ് ബ്ലാക്ക് ലൈറ്റ്സ്. അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ട്രാപ്പ് എന്ന് പറയുന്നത്. കൂടുതലും മൊസ്കിറ്റോസിനെയും ഫ്ലൈസിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, കോഫി ബെറി ബോറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാപ്പ് ഏതായിരുന്നു? ആ ട്രാപ്പിന്റെ പേരെന്ന് പറഞ്ഞേ. വോയിസ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. കോഫി ബെറി ബോറിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാപ്പിന്റെ പേര് പറ കുട്ടികളെ, നമ്മൾ 2 ദിവസം മുന്നേ പഠിച്ചതേ ഉള്ളൂ. കോഫി ബെറി ബോറർ POP-യില് വെണ്ടയ്ക്ക അഷ്ടത്തി കിടപ്പുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ബ്രോക്ക ട്രാപ്പ്. മറന്നോ? ബ്രോക്ക ട്രാപ്പ് ആണ് കോഫി ബെറി ബോററിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാപ്പിന്റെ പേര്, ബ്രോക്ക ട്രാപ്പ്. ഓക്കെ, സ്റ്റോർ ഗ്രെയിൻ പെസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്ത് ട്രാപ്പാണ്? സ്റ്റോർ ഗ്രെയിൻ പെസ്റ്റിന് യൂസ് ചെയ്യുന്ന ട്രാപ്പിന്റെ പേരെന്താ? ആരും ഒന്നും പറയുന്നില്ലേ? അത് നിങ്ങൾ കണ്ടുപിടിച്ചോ? അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞു തന്നാൽ ശരിയാവത്തില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാച്ചുറലിസ് ഇസ് എ ബയോഫോർമുലേഷൻ ഓഫ്. നാച്ചുറലിസ് എന്നറിയപ്പെടുന്ന ബയോഫോർമുലേഷൻ, ബയോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഏതോ ഒരു കമ്പോണന്റിന്റെ ഫോർമുലേഷൻ ആണ്. അപ്പൊ ഇതിൽ ഏതിന്റെ ആണെന്നാണ്? ബുവേറിയ, മെറ്റാറൈസിയം, സ്റ്റെനനീമ, ഹെറ്ററോറാബിലിറ്റിസ്. ഇതിൽ ഏതിന്റെയാണ് നാച്ചുറലിസ് എന്നറിയപ്പെടുന്ന ബയോഫോർമുലേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് ബുവേറിയ. ബുവേറിയയുടെ ബയോഫോർമുലേഷനെ പറയുന്ന പേരാണ് നാച്ചുറലിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഥർ ഓഫ് ദ ബുക്ക് ബയോകെമിസ്ട്രി ഓഫ് ഇൻസെക്ട്. ബയോകെമിസ്ട്രി ഓഫ് ഇൻസെക്ട് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരാണ്? ബ്രെയിൻ, ക്ലോസൻ, റോക്സ്റ്റെയിൻ, നൺ ഓഫ് ദീസ്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബട്ട് somewhat confusing. നമ്മൾ കേട്ടിട്ടില്ലാത്ത ആൾ. ഇറ്റ് ഈസ് റിട്ടൺ ബൈ റോക്സ്റ്റെയിൻ. ഓക്കെ, ബയോകെമിസ്ട്രി വേണമെങ്കിൽ ചോദിക്കാം, ചോദിക്കാതിരിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ആപ്പിൾ വൂളി എഫിഡ് റെസിസ്റ്റന്റ് വെറൈറ്റി. ഓക്കെ, നമുക്കറിയാം ആപ്പിൾ വൂളി എഫിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേസീവ് പെസ്റ്റ് ആണ് ആപ്പിളിൽ വന്നത്. അപ്പൊ ആപ്പിളിലെ ഈ വൂളി എഫിഡിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഈസ്റ്റേൺ സ്പൈ, നോർത്തേൺ സ്പൈ, സദേൺ സ്പൈ ആൻഡ് വെസ്റ്റേൺ സ്പൈ. നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അല്ലെ? അപ്പം ആൻസർ കേൾക്കാത്തതും കാണാത്തതിന്റെ കാരണം നമുക്ക് ഈ ക്രോപ്പ് ഒന്നും പഠിക്കാനില്ല. പക്ഷെ ഒരു JRF ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇട്ടെന്നുള്ളൂ. ഇറ്റ്സ് നോർത്തേൺ സ്പൈ. നോർത്തേൺ സ്പൈ എന്നാണ് ആ വെറൈറ്റിന്റെ പേര്. Then next question, ACRP on pesticide residue started in the year. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഉണ്ട് ഓൾ ഇന്ത്യ കോർഡിനേറ്റർ റിസർച്ച് പ്രോജക്ട്. ഏതാണ്? AICRP എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ കോർഡിനേറ്റർ റിസർച്ച് പ്രോജക്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ കേരളത്തില് കുറെ ACRPs ഉണ്ട്. ഓക്കെ, ഇതിൽ വെള്ളായണിയിൽ ഒരു പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഉണ്ട്, ACRP ഉണ്ട്. പടന്നക്കാടുണ്ട്. ഓക്കെ, അപ്പൊ ഏത് ഇയറിലാണ് നമ്മൾ ACRP സ്റ്റാർട്ട് ചെയ്തതെന്നാണ്? ആൻസർ ഈസ് 1984. തെറ്റാതെ പഠിക്കാം. ഇൻസെക്ടിസൈഡ് ബില്ല് 68 ആണ്, തെറ്റിപ്പോരുത്. ഇവിടെ 84 ആണ്, 1984. ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്ത് ഓർമ്മിച്ച് വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് കാറ്റർപില്ലേഴ്സ് ആർ കോൾഡ്. എ ഗ്രൂപ്പ് ഓഫ് കാറ്റർപില്ലർ നമ്മൾ എന്താ പറയുന്നത്? നമ്മള്
ഒരു ക്ലൂ തരാം. ഒരു ഫീൽഡിൽ നിന്ന് അടുത്ത ഫീൽഡിലേക്ക് മാർച്ച് ചെയ്ത് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തെന്ന് പറയും? ഇറ്റ് ഈസ് നോൺ ആസ് ആർമി വേം അല്ലേ? സോ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കാറ്റർപില്ലേഴ്സ് ആർ കോൾഡ് ആർമി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് ലൂവർ ട്രാപ്പ് ഈസ് യൂസ്ഡ് ഫോർ. എക്സ് ലൂവർ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ട്രാപ്പ് ഉണ്ട്. അത് ഏത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എക്സ് ലൂവർ ട്രാപ്പ് ഈസ് യൂസ്ഡ് ഫോർ ആർക്കാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് അഗെയിൻസ്റ്റ് സ്റ്റോർ ഗ്രെയിൻ പെസ്റ്റ്. ഓക്കെ, സ്റ്റോർ ഗ്രെയിൻ പെസ്റ്റിന് യൂസ് ചെയ്യുന്നതാണ് എക്സ് ലൂവർ ട്രാപ്പ്. ഇപ്പൊ മനസ്സിലായോ നേരത്തെ എന്താ ആൻസർ പറഞ്ഞു തരാത്തേന്ന്? ഓക്കെ, ക്ലിയർ. എക്സ് ലൂവർ ട്രാപ്പ് ആണ് നമ്മൾ സ്റ്റോർ ഗ്രെയിൻ പെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് വാട്ടർ ട്രാപ്പ്? ഇത് നിങ്ങൾ ആൻസർ പറഞ്ഞേ. വാട്ടർ ട്രാപ്പ് അപ്പൊ ഈ ഓപ്ഷനിൽ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് യൂസ്ഡ് അഗെയിൻസ്റ്റ് ഗ്രൗണ്ട്നട്ട് ലീഫ് മൈനർ. ഗ്രൗണ്ട്നട്ട് ലീഫ് മൈനറിന് നമ്മൾ അഗെയിൻസ്റ്റ് യൂസ് ചെയ്യുന്ന ട്രാപ്പിന്റെ പേരാണ് വാട്ടർ ട്രാപ്പ്. സ്റ്റോർ ഗ്രെയിൻ പെസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എക്സ് ലൂവർ ട്രാപ്പ്. കോഫി ബെറി ബോറർ ആണെങ്കിൽ ബ്രോക്ക ട്രാപ്പ്. മൊസ്കിറ്റോസ് ആൻഡ് ഫ്ലൈസിനാണെങ്കിൽ ബ്ലാക്ക് ട്രാപ്പ്. ഓക്കെ, ഇനി മറക്കില്ലല്ലോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിങ് ഈസ് ദ ലാറ്ററൽ എക്സ്റ്റൻഷൻ ഓഫ്. വിങ് എന്ന് ഇത് നമ്മൾ വിങ്സിന്റെ ഡെഫിനിഷൻ തന്നെ പഠിക്കുന്നത് അങ്ങനെയാണ്. വിങ് ഈസ് ദ ലാറ്ററൽ എക്സ്റ്റൻഷൻ ഓഫ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? എന്തിന്റെ ലാറ്ററൽ എക്സ്റ്റൻഷൻ ആണ്? ഇന്റഗുമെന്റ് ആണോ, ക്യൂട്ടിക്കിൾ ആണോ, ബേസ്മെന്റ് മെമ്പറൈൻ ആണോ, എപ്പിഡെർമിസ് ആണോ? പറയൂ കുട്ടികളെ. യെസ്, ഇറ്റ് ഈസ് ഇന്റഗുമെന്റ്. ഇന്റഗുമെന്റിന്റെ ലാറ്ററൽ എക്സ്റ്റൻഷനെ പറയുന്ന പേരാണ് വിങ്സ്. നമ്മൾ വിങ്ങിന്റെ ഡെഫിനിഷൻ തന്നെ എങ്ങനെയാ പറഞ്ഞു നിങ്ങൾക്ക്? ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു പ്രപ്പോസ് ദ കൺസെപ്റ്റ് ആൻഡ് ടെർമിനോളജീസ് ഓഫ് ബയോ എക്കണോമിക്സ്? ബയോ എക്കണോമിക്സിന്റെ ടേംസ് അല്ലെങ്കിൽ അതിന്റെ ടെർമിനോളജീസ് റെക്കമെൻഡ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? VM സ്റ്റേൺ, then Peirce, Gear and Clark, and Oda. Okay, the answer is Stern. Stern ആണ് ബയോ എക്കണോമിക്സ് അല്ലെങ്കിൽ നമ്മുടെ ബയോ കൺട്രോൾ എന്നൊക്കെ ഉള്ള ആ ഒരു ബയോ കൺട്രോളിന്റെ ഒരു വേറൊരു ഫോമാണ് ഈ ബയോ എക്കണോമിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഓർ ബയോ എക്കോളജിക്കലി മാനേജ് ചെയ്യുന്ന ആ ടേംസും കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്ന ആളാണ് സ്റ്റേൺ എന്ന് പറയുന്നത്. ഗിയർ ആൻഡ് ക്ലാർക്ക് ആണ് IPM എന്ന് പറയുന്നതിന്റെ ടേം കോയിൻ ചെയ്തത്. ഓഡം ആണ് നമ്മുടെ എക്കോ സിസ്റ്റം അല്ലെ, എക്കോളജി എക്കോ സിസ്റ്റത്തിന്റെയാണ് ഓഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതൊന്നും വേണ്ട അത്ര. ഇത് വേണമെങ്കിൽ നോക്കോ. ദ വിച്ച് റെഡ്വിഡ് ബഗ് ഈസ് പ്രിഡേഷ്യസ് ഓൺ മാംഗോ ലീഫ് ഹോപ്പർ. മാംഗോ ലീഫ് ഹോപ്പറിനെ പ്രിഡേറ്റ് ചെയ്യുന്ന റെഡ്വിഡ് ബഗ് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടില്ല, ആൻസർ നോക്കാം. ഇറ്റ് ഈസ് ഐസിൻഡസ് ഹെറോസ്. ഐസിൻഡസ് ഹെറോസ്. ഇതൊക്കെ JRF ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നമ്മൾ അത്രയ്ക്കൊന്നും പഠിക്കണ്ട. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് പെസ്റ്റ് ഈസ് മൈഗ്രേറ്റഡ് ഫ്രം ഇന്ത്യ? ദാറ്റ് മീൻസ് ഇന്ത്യയിൽ നിന്ന് ബാക്കിയുള്ള കോണ്ടിനെന്റ്സിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത പെസ്റ്റ് ഏതാണ്? ഇറ്റ്സ് റിലേറ്റഡ് ടു സ്റ്റോറേജ് പെസ്റ്റ് ആണ്. റൈസോബർത്ത ഡൊമിനിക്ക, കലസോബ്രൂക്കസ് ചൈനൻസിസ്, ട്രൈബോളിയൻ കാസ്റ്റേനിയം, ഡെൻസിറ്റോഫിലസ് ഒറൈസെ. ഇതിൽ ഏത് പെസ്റ്റ് ആണ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയ ആള് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് സിറ്റോഫിലസ് ഒറൈസെ. ഓക്കെ, നമ്മുടെ നേറ്റീവ് ഓഫ് ഇന്ത്യ ആണ് സിറ്റോഫിലസ് ഒറൈസെ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ബാക്കിയുള്ള മൊത്തത്തില് നമ്മുടെ എൻറ്റയർ, നമുക്ക് പാൻഡമിക് എന്ന് തന്നെ പറയാം, എൻറ്റയർ വേൾഡിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേർന്ന ഒരാളാണ് സിറ്റോഫിലസ്. റൈസ് വീബിൾ എന്ന് പറയുന്ന ആളല്ലേ. റൈസോബർത്ത ഡൊമിനിക്ക ആണ് എങ്കിൽ ഏതാണ്? റൈസോബർത്ത ഡൊമിനിക്കന്റെ കോമൺ നെയിം പറഞ്ഞേ. റൈസോബർത്ത ഡൊമിനിക്ക ഷോർട്ട് ഫോം അടിച്ചാൽ മതി, ഷോർട്ട് ഫോം. യെസ്. ദെൻ കലസോബ്രൂക്കസ് ചൈനൻസിസ് അറിയാം അല്ലെ, പൾസ് ബീറ്റിൽ. ട്രൈബോളി ആണെങ്കിലോ? ട്രൈബോളിയത്തിന്റെ പറഞ്ഞേ, നമ്മൾ ട്രൈബോളി ഇതുവരെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തില്ല. ട്രൈബോളിയത്തിൻ്റെത് ഷോർട്ട് ഫോം അടിക്കേ, ഷോർട്ട് ഫോം. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യ കുട്ടികളെ. എന്താണ് മറന്നോ? റെഡ് ഫ്ലോർ ബീറ്റിൽ. ഓക്കെ, ട്രൈബോളിയം കാസ്ട്രേനിയം, റെഡ് ഫ്ലോർ ബീറ്റിൽ, റൈസോബർത്ത ഡൊമിനിക്ക, ലെസർ ഗ്രെയിൻ ബോറർ ഓർ പാഡി ഗ്രെയിൻ ബോറർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? യെസ്, നമ്മള് എന്റമോളജിന്റെ Q&A സെക്ഷൻ അറിയാം, കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. എനിവേ, എന്നാലും കുറച്ചൊരു റിഫ്രഷ്മെന്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു.